لكان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. صدق الله العلي العظيم. ആദരണീയനായ യോഗാധ്യക്ഷൻ, മന്നാനീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉസ്താദ് അവർകൾ, ബഹുമാന്യനായ സയ്യിദ് ഉബൈദ് കോയ തങ്ങൾ അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിത മഹത്തുക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാർ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണയുടെ പോഷക പ്രസ്ഥാനങ്ങളിൽ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മന്നാനീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലയിലെ മന്നാനി പണ്ഡിത മഹത്തുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന സംഗമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇന്നത്തെ ഈ വേദിയിൽ ചരിത്രത്തെക്കുറിച്ച് അയവിറക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി അതിൻ്റെ സുന്ദരമായ ഓർമ്മകൾ ഓർത്തെടുക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാൻ കഴിയാത്ത ചില പുണ്യ വ്യക്തിത്വങ്ങളുണ്ട്, നമ്മുടെ വഴികാട്ടികളുണ്ട്. ആദരവോടെ അതിനപ്പുറം ബഹുമാന്യ പുരസ്സരം സ്മരിക്കേണ്ട ചില പേരുകൾ ഈ അവസരത്തിൽ ആദ്യമായി ഓർത്തു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. മന്നാനിയുടെ ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, നീണ്ട വർഷക്കാലം മന്നാനിയുടെ ശൈഖുൽ ഹദീസായി മന്നാനിയിൽ പഠനം നടത്തിയവർക്കും, അതല്ല ദക്ഷിണയുമായി ബന്ധപ്പെട്ട് ഹദീസിന്റെ ഒരു വിജ്ഞാന ശേഖരമായി നമുക്കൊക്കെയും മുന്നിലുണ്ടായി ജീവിത മാതൃകയായി കഴിഞ്ഞുപോയ അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പാലായിലുള്ള ഹസരത്ത് ഉൾപ്പെടെയുള്ള മന്നാനി സുഹൃത്തുക്കൾ, മന്നാനി പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്ന ഈ വേദിയിൽ അവരെ മറന്നുപോയിട്ട്, അല്ലെങ്കിൽ അവരെ വിസ്മരിച്ചിട്ട് ഒരു ചരിത്രം പൂർണ്ണമാകാത്തത് കൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1980 ഡിസംബർ മാസം 21-ാം തീയതി, ഏകദേശം 45 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ വിനീതമായി ഒന്ന് ക്ഷണിക്കുകയാണ്. മണ്ണിന്റെ ചൂരും കടലിന്റെ കുളിരും ആത്മീയതയുടെ വെളിച്ചവുമായി നിലകൊള്ളുന്ന വർക്കല എന്ന പ്രദേശം. വർക്കലയുടെ മണ്ണിൽ വിശ്വപണ്ഡിതനായിരുന്ന, നമുക്ക് ഏവർക്കും സുപരിചിതനായ മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് ശിലാസ്ഥാപനം നടത്തപ്പെട്ട മഹത്തായ കൈരളിക്ക് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മാനിച്ച മഹത്തായ സ്ഥാപനം ജമിഅ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. മന്നാനിയെ പരിചയപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ തെക്ക് നിന്നും വടക്കോട്ട്, അല്ലെങ്കിൽ വടക്ക് നിന്നും തെക്കോട്ട് സഞ്ചരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാമിക സമൂഹത്തെ കാണുകയും പരിചയപ്പെടുകയും, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യേണ്ടി വരുമ്പോഴൊക്കെയും പലയിടങ്ങളിലും നമുക്ക് വായിച്ചു പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് ഒരുപാട് മന്നാനികളുടെ പേരുകൾ ഇങ്ങനെ നമുക്ക് വായിച്ചു പോകാൻ കഴിയും. പ്രബോധന വേദികളിൽ, പ്രഭാഷണ വേദികളിൽ, അതേപോലെ തന്നെ മഹല്ലുകളുടെ ഖുതുബയുടെ മിമ്പറുകളിലൊക്കെയും ഒരുപാട് മന്നാനി സുഹൃത്തുക്കളെ, നേരത്തെ ബഹുമാന്യനായ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ 45 വർഷത്തെ ചരിത്രത്തിന്റെ ബാക്കിയെന്നോണം മന്നാനിയ ഇസ്ലാമിക കൈരളിക്ക് സമ്മാനിച്ചത് 2500-ലധികം വരുന്ന പണ്ഡിത മഹത്തുക്കളെയാണ്. വലിയൊരു ഉത്തരവാദിത്തമുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെയും. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അത് ദക്ഷിണയുടെ വെള്ളവും വളവും നൽകി പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
മഹത്തായ സ്ഥാപനം വർക്കല ജാമിയ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ആ മന്നാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുത്ത് ഈ മന്നാനി സംഗമത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നിങ്ങളോട് എന്റെ മേലർപ്പിതമായ കർത്തവ്യം ദക്ഷിണയുടെ ചരിത്രത്തെ, ആ ചരിത്രത്തിന്റെ നാൾവഴികളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. താരതമ്യേന പ്രവർത്തന രംഗത്ത് ശൈശവദശയിലുള്ള കാലങ്ങളിൽ ബഹുമാന്യരായ ഉസ്താദുമാരുടെ മുന്നിൽ ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിപ്പോകാൻ സാധ്യതയുള്ള തെറ്റുകളെ തിരുത്തി തരണമെന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയൊക്കെയും ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെയും കർമ്മപദങ്ങൾ നിശ്ചയിച്ചു തന്ന എന്നല്ല ആധികാരികമായി തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം മലയാളികളുടെ മുസ്ലിം സമൂഹത്തിന്റെ ആദ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനം, അങ്ങനെ തന്നെ പരിചയപ്പെടുത്തേണ്ടി വരും. മലയാളികളുടെ ആദ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയാൻ കഴിയുന്നത് 1955 ജൂൺ മാസം 26-ാം തീയതി മാലിക് ദിനാറിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ജോനകപ്പുറത്തിന്റെ മണ്ണിൽ, ജോനകപ്പുറം കൊച്ചുപള്ളിയിൽ ഒരുമിച്ച് കൂടിയ 200ഓളം വരുന്ന മഹത്തുക്കൾ ചേർന്നിട്ട് രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മഹത്തായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അധികം ഒരു ആലങ്കാരികമായി പറഞ്ഞു വെച്ചതല്ല മലയാളികളുടെ ആദ്യത്തെ പണ്ഡിത പ്രസ്ഥാനം എന്നത്. നേരെ വെച്ച് മലബാറിൽ അതിനു മുമ്പ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ മലബാർ എന്ന തമിഴ്നാടിന്റെ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. തിരുക്കൊച്ചിയാണ് കൃത്യമായി മലയാളം സംസാരിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയട്ടെ, മലയാളി മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ പണ്ഡിത പ്രസ്ഥാനം ബഹുമാന്യമായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് നമുക്ക് ആധികാരികമായി പറഞ്ഞു വെക്കുവാൻ കഴിയും. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1955 ജൂൺ മാസം 26 ആ ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൈകാരികമായ ഒരു ദിവസമാണ്. നമ്മുടെ ഓർമ്മകളെ വല്ലാതെ തട്ടി ഉണർത്തേണ്ട ഒരു ദിവസമാണ് ജൂൺ 26 എന്ന് പറയുന്നത്. 1955 ജൂൺ 26-ന് തിരുക്കൊച്ചിയിലെ 200ഓളം വരുന്ന പണ്ഡിത ശ്രേഷ്ഠർ കൊല്ലം പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഇസ്ലാമിക ദേവാലയം അല്ലെങ്കിൽ പള്ളി എന്ന് പരിചയപ്പെടുത്താൻ കഴിയുന്ന മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹു സ്ഥാപിച്ച കൊല്ലം ജോനകപ്പുറം വലിയ പള്ളിയുടെ സമീപത്തായി ചാരത്തായി സ്ഥിതി ചെയ്യുന്ന ജോനകപ്പുറം ചെറിയ പള്ളിയിൽ 200ഓളം ആളുകൾ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടുകയാണ്. ബഹുമാന്യനായ മർഹൂം പി കെ യൂനുസ് ഉസ്താദ് അവറുകളാണ് ആ വേദിക്ക് അധ്യക്ഷത വഹിക്കുന്നത്. മർഹൂം കായംകുളം ഉമർകുട്ടി ഉസ്താദ് അവറുകളാണ് ഈ പറയുന്ന പണ്ഡിത മഹത്തുക്കളെ ഒരുമിച്ച് കൂടുവാൻ നേതൃത്വം കൊടുക്കുന്നത്. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ദക്ഷിണയുടെ ദക്ഷിണയ്ക്ക് രൂപം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്ര പ്രസിദ്ധമായ 200 ആളുകൾ ഒരുമിച്ച് കൂടിയ സംഗമം ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളും നമുക്കുണ്ട്. യാത്ര ചെയ്യുവാൻ നമുക്ക് സ്വകാര്യ വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടുവാൻ എല്ലാ ആധുനിക സംവിധാനങ്ങളുമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും നമുക്കൊന്ന് ഒരു സംഘടന നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിൽ എത്രമാത്രം നമ്മൾ ത്യാഗങ്ങൾ ഇന്ന് സഹിക്കേണ്ടി വരുന്നുണ്ടെന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് പരസ്പരം നാടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ പുഴകൾക്ക് കുറുകെ പാലങ്ങളില്ലാതിരുന്ന ഒരു കാലത്ത് കത്തയക്കുന്നതിനപ്പുറം പരസ്പരം ബന്ധപ്പെടുവാൻ യാതൊരുവിധമായ ഉപാധികളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് സ്വകാര്യ വാഹനങ്ങൾക്കപ്പുറം പൊതുഗതാഗത സംവിധാനം പോലും പരിമിതമായിരുന്ന ഒരു കാലത്ത് കൊല്ലം പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജോനകപ്പുറത്തിന്റെ മണ്ണിലേക്ക് തെക്കൻ കേരളത്തിലെ 200 പണ്ഡിത പ്രതിഭകളെ ഒരുമിച്ച് കൂട്ടുവാൻ അവർ എത്രമാത്രം ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാകും നമ്മൾ ആലോചിച്ചു നോക്കണം. അന്ന് അവരവിടെ ഒരുമിച്ച് കൂടി 200-ൽ നിന്നും ദക്ഷിണയ്ക്ക് ഊടും പാപം നൽകിയ, ദക്ഷിണയ്ക്ക് മണ്ണും വെള്ളവും ഒക്കെയും നൽകിയ ഈ കാണുന്ന തരത്തിൽ ദക്ഷിണയെ നമ്മുടെ കൈകളിലേക്ക് സമ്മാനിച്ച മർഹൂം റഈസുൽ ഉലമ എം ഷിഹാബുദ്ദീൻ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക സമിതിയെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അവരുടെ വെറുതെ ഇരുന്നില്ല. 1955 ജൂൺ 26-നാണ് ആദ്യത്തെ കൂടിച്ചേരൽ നടക്കുന്നത്. അവിടെ നിന്നും കുറഞ്ഞതായ ഒരു മാസവും കുറഞ്ഞ ദിവസങ്ങളും മാത്രം കഴിയുമ്പോൾ 1955 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വീണ്ടും തിരുവനന്തപുരം BJP ഹാളിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. ഇവിടെയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപം നൽകിയ പണ്ഡിത മഹത്തുക്കളെ ഞാൻ നിങ്ങളും ഒന്ന് തിരിച്ചറിയേണ്ടത്. ഏതൊരു സംഘടനയും ആ സംഘടനയെ വിലയിരുത്തപ്പെടുന്നത് ആ സംഘടനയ്ക്ക് രൂപം നൽകിയ, ആ
അല്ലെങ്കിൽ അതിനെ സംഘടിപ്പിച്ച് ആളുകളെ അതിനെ പരിചയപ്പെടുത്തുമ്പോഴായിരിക്കും ഏതൊരു സംഘടനയും കൃത്യമായി നമുക്ക് മനസ്സിലാവുക. ആരായിരുന്നു ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപവും ഭാവവും നൽകിയ, അല്ലെങ്കിൽ അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയിരുന്നവർ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ തഖ്വയുടെ സൂക്ഷ്മതയുടെ നിറകുടങ്ങളായിരുന്നു ആ മഹാനുഭാവന്മാർ. ഇഖ്ലാസോടെ, നിഷ്കളങ്കതയോടെ, നിസ്വാർത്ഥതയോടെ തന്റെ ജീവിതത്തെ ഇസ്ലാമിന് വേണ്ടി കർമ്മപഥത്തിൽ ഒഴിഞ്ഞു വെച്ചവരായിരുന്നു ആ മഹാരഥന്മാർ എന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. അവർ വഴി കൈമാറി നമ്മുടെ കയ്യിലേക്ക് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എത്തുമ്പോൾ ഇന്നും നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന്, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് കൈമോശം വന്നിട്ടില്ലാതെ നമുക്ക് ഒരുപാട് രമ്യഹർമ്മങ്ങൾ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുടെ പണമളപ്പുകളൊന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സംഘടനയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഏതൊരു അടിത്തറയിൽ രൂപീകൃതമായോ അതേ അടിത്തറയിൽ ഇന്നും നിലകൊള്ളുന്നു എന്നത് തന്നെയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ മഹത്വം. നേരത്തെ പറഞ്ഞു വെച്ച മർഹൂം റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് അവர்களுമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റഈസുൽ ഉലമ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വല്ലാതെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു കുടുംബ ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് പന്തപ്പിലാവ് എന്നതായിരുന്നു. ഖാലിദ് സാഹിബ് അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധുവാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയുടെ മകനായിരുന്നു. റഈസുൽ ഉലമയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് ഖാലിദ് സാഹിബ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും, റഈസുൽ ഉലമ വല്ലാതെ സ്നേഹിച്ചിരുന്ന, റഈസുൽ ഉലമയെയും വല്ലാതെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഖാലിദ് സാഹിബ്. എന്ന് മാത്രമല്ല, റഈസുൽ ഉലമയെയും കുടുംബത്തെയും സാമ്പത്തികമായി മറ്റും ഒരുപാട് സഹായിക്കുന്നയാളായിരുന്നു. ആരുടെയെങ്കിലും ഒരാളുടെ മരണം കേട്ടിട്ട് റഈസുൽ ഉലമ പൊട്ടിക്കരഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് ഈ ഖാലിദ് സാഹിബിന്റെ മരണ വാർത്ത കേട്ടപ്പോഴായിരുന്നു. അങ്ങനെയുള്ള ഖാലിദ് സാഹിബ് ഒരിക്കൽ, അദ്ദേഹം അല്പം സാമ്പത്തികമായ നല്ല അവസ്ഥയിലുള്ളയാളായിരുന്നു. 2 ടാറ്റായുടെ ലോറികളുടെ ചെയ്സ് വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുക്കുകയാണ്. ഇന്നത്തതുപോലെ ഷോറൂമിലേക്ക് പോയിട്ട് പൈസ കൊടുത്താൽ ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതിയൊന്നുമില്ല. അപേക്ഷയൊക്കെ കൊടുത്ത് കാത്തിരുന്നാലാ കിട്ടുക. അങ്ങനെ ടാറ്റായുടെ 2 ലോറികളുടെ ചെയ്സ് വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുത്തപ്പോ അദ്ദേഹം ആ ടാറ്റായുടെ ഷോറൂമിന്റെ മാനേജരായിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. കൊച്ചിയിലെ മമ്മിസുർക്കി പള്ളിയിൽ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ മുദരിസായിരുന്ന ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാർ. അപ്പൊ ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാറിന്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ടാറ്റായുടെ മാനേജർക്ക്, ഷോറൂമിന്റെ മാനേജർക്ക് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റഈസുൽ ഉലമയുടെ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് കൊച്ചി മമ്മിസുർക്കി പള്ളിയിലെ മുദരിസായ ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാർക്ക് അങ്ങൊരു കത്തെഴുതി തരണം. തന്റെ സമീപത്തുണ്ടായിരുന്ന ഒരു ഒറ്റവര നോട്ട് ബുക്കിന്റെ പേജിൽ ബഹുമാന്യനായ റഈസുൽ ഉലമ ക്ലാപ്പന മുഹമ്മദ് മുസ്ലിയാർക്ക് കത്തെഴുതി തുടങ്ങുകയാണ്. ബന്ധുവും ഉസ്താദിന് വല്ലാത്ത സ്നേഹവുമുള്ള അദ്ദേഹം ഖാലിദ് സാഹിബ് ഉസ്താദിനോട് പറയുന്നുണ്ട്, ജംഇയ്യത്തിന്റെ ലെറ്റർ പേഡിൽ ഒരു ലെറ്റർ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. തന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, തന്റെ വല്ലാത്ത സഹായിയാണ്. ഖാലിദിനോട് റഈസുൽ ഉലമ പറഞ്ഞൊരു മറുപടിയുണ്ട്, ജംഇയ്യത്തിന്റെ ലെറ്റർ പേഡ് ജംഇയ്യത്തിന്റെയും സമുദായത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഖാലിദ് സാഹിബ് വീണ്ടും റഈസുൽ ഉലമയോട് പറയുന്നുണ്ട്, ഞാൻ സംഘടനയ്ക്ക് എന്തെങ്കിലും സംഭാവന നൽകാം. റഈസുൽ ഉലമ പറഞ്ഞൊരു മറുപടിയുണ്ട്, സംഭാവന തന്നാൽ റെസിപ്റ്റ് നൽകാം, ലെറ്റർ പേഡ് കിട്ടാൻ പ്രയാസമായിരിക്കും. നമ്മൾ ആലോചിച്ചു എത്ര സൂക്ഷ്മതയായിരുന്നു റഈസുൽ ഉലമ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നത്. അവർ ഇങ്ങോട്ട് കടന്നു വന്ന ഓരോ മഹാരഥന്മാരെ നമ്മൾ ചരിത്രത്തിൽ വ്യക്തിപരമായി അവരോടുള്ള ബന്ധങ്ങളെ കീഴ്മെടുത്ത് പരിശോധിച്ചു നോക്കിക്കൂടെ? അവരൊക്കെയും ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്ന സൂക്ഷ്മത എത്രമാത്രമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. മഹാന്മാരായ ദക്ഷിണയുടെ പൂർവ്വകാല മഹത്വങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തപ്പെടുന്ന ഇടങ്ങളിൽ പറഞ്ഞു കേട്ടുപോയ ചരിത്രമുണ്ട്. രാത്രിയിൽ തടവ ഉസ്താദ് വാഹനം കാത്ത് വഴിയരികിൽ നിൽക്കുമ്പോൾ കടന്നുപോയ അന്നത്തെ ജംഇയ്യത്തിന്റെ സെക്രട്ടറി ജംഇയ്യത്ത് വാങ്ങിക്കൊടുത്ത വാഹനത്തിൽ ഒന്ന് തഴവ ഉസ്താദിനെ, അദ്ദേഹത്തിന്റെ നാട്ടിലേക്കാണ് പോകുന്നത്, കയറ്റണമെങ്കിൽ ഇത് ജംഇയ്യത്തിന്റെ വാഹനമാണ്, എനിക്ക് അനുവാദം. എത്രമാത്രം സൂക്ഷ്മതയാണ് അവരോട് പാലിച്ചിരുന്നത് എന്ന് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സംഘടനാ ജീവിതത്തിൽ നമ്മളും പൂർവ്വകാല ദക്ഷിണയുടെ മഹത്വങ്ങളും എവിടെ നിൽക്കുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ഇതൊന്നും പൂർവ്വകാല മഹത്വങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നതൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ നേതൃത്വത്തിനുമുള്ള വലിയ ഗുണമായി വിശേഷണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആദരണീയനായ മനാനിയ സ്ഥാപനങ്ങളുടെ ചെയർമാൻ
അതേപോലെ തന്നെ ദക്ഷിണ കേരള ജമിയത്തുള്ളവയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി തൊടിയൂർ ഉസ്താദ് പറയുന്നത് നമുക്കറിയാം. തൊടിയൂർ ഉസ്താദ് തന്റെ ജീവിതത്തെ തന്നെയും ദക്ഷിണ കേരള ജമിയത്തുള്ളവയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വ്യക്തിത്വമാണ്. പറഞ്ഞു വന്ന ഉദാഹരണങ്ങൾക്കിടയിൽ സാന്ദർഭികമായി ഉസ്താദിന്റെ അസാന്നിധ്യത്തിലായതുകൊണ്ട് ധൈര്യമായി പറയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വല്ലാതെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ജുവലറി ഗ്രൂപ്പ് ഉണ്ട്. ചിലപ്പോ നിങ്ങളിൽ പലരും അതിന്റെ രക്തസാക്ഷികളുമായിരിക്കാം. പലതരയിലും അതുമായി ബന്ധപ്പെട്ട് തിക്താനുഭവങ്ങളുള്ളയാളായിരിക്കാം. പലതരത്തിലും ഇസ്ലാമിക സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ സഹായിച്ച കൂട്ടത്തിൽ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ അടുക്കലും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ എത്തിച്ചേർന്നു. എന്തിനാ? അന്നസീമിന്റെ ബാക്ക് പേജില് ഫുൾ പേജ് പരസ്യം നൽകാം. 50,000 രൂപ എന്ത് ചെയ്യാം? അന്നസീമിന് ഒരു ലക്കത്തിന്റെ അന്നസീം മാസത്തിൽ 2 പ്രാവശ്യമാണ്, ദൈവാലികയാണല്ലോ. 2 പ്രാവശ്യത്തിന് 1,00,000 രൂപ അന്നസീമിന് എന്ത് ചെയ്യാം? പരസ്യത്തിന് നൽകാം. അങ്ങനെ ഒരു സഹായം ദക്ഷിണ കേരള ജമിയത്തുലമയ്ക്ക് ചെയ്യാം. വലിയ സന്തോഷമായി പ്രവർത്തകർക്ക്, അന്നസീമിന്റെ പ്രവർത്തകർക്ക്. കാരണം അന്നസീമിനെ സംബന്ധിച്ച് നമുക്കറിയാം, അന്നസീമിന്റെ ഒരു കോപ്പിയുടെ വിൽപ്പന വില 15 രൂപയാണ്. 15 രൂപയാണ്. അതിന് 3 രൂപ കമ്മീഷനാണ്, വിൽക്കുന്നയാൾ കൊടുക്കാവുന്നതാണ്. ഒരു കോപ്പി പ്രിന്റ് ചെയ്യാൻ 18 രൂപയാണ്. അന്നസീമിന്റെ ഒരു കോപ്പി പ്രിന്റ് ചെയ്യാൻ 18 രൂപയാണ്. വിറ്റ കിട്ടുന്നത് 15 രൂപയാണ്. അതിൽ 3 രൂപ കമ്മീഷനുമാണ്. ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ എല്ലാ ഇസ്ലാമിക സ്ഥാപനങ്ങളെയും സഹായിക്കുന്നുണ്ട്. വലിയ പേരും പ്രശസ്തിയും ഒക്കെയുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ നാമങ്ങളൊക്കെ ഉപയോഗിച്ച് വല്ലാതെ ഇങ്ങനെ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ തൊടിയൂർ സ്ഥാനത്തിലും വന്നു. പോലെ 50,000 രൂപ വീതം 1,00,000 രൂപ ഒരു മാസം അന്നസീമിന് വരുമാനം ഉണ്ടാവും. നമുക്ക് പരസ്യം കൊടുക്കാം. ആലോചനയ്ക്ക് പോലും നിന്നു കൊടുക്കാതെ തൊടിയൂർ ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്. വേണ്ട, അത് വാങ്ങണ്ട, അത് വേണ്ടത് ശരിയാവില്ല. നമുക്ക് PR വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം PR വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും ചിലപ്പോൾ പുറത്തിറങ്ങണമെന്നില്ല. എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവമുണ്ട്. 60ാം വാർഷികത്തിന്റെ പ്രചരണ യാത്ര കൊടുങ്ങല്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയാണ്. 60ാം വാർഷികത്തിന്റെ പ്രചരണ യാത്രയുടെ ഉത്തരവാദിത്തം ഈ വിനീതനായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ കൺവീനറുമായിരുന്നു അന്ന്. പത്തനംതിട്ട ജില്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സമ്പന്നനായ ഒരു വ്യക്തി. ജമിയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? വലിയ സാമ്പത്തികം നമുക്ക് സഹായമായി നൽകുമായിരുന്നു. അങ്ങനെ ദക്ഷിണയുടെ റാലി പത്തനംതിട്ട ജില്ലയിലെ ആദ്യ പോയിന്റ് ചിറ്റാറിലാണ്. ചിറ്റാറിലേക്ക് റാലി പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിന് സമീപത്തുള്ള പള്ളിയിൽ എന്ത് ചെയ്തു? തൊടിയൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ളവരെ വന്നു. എന്നോട് ചോദിച്ചു, ഉസ്താദെ എങ്ങനെയാണ് ചിറ്റാറിലെ പരിപാടിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഇന്ന ആളുകളുണ്ട്. ആ വ്യക്തി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി വേദിയിലുണ്ടെങ്കിൽ ഞാൻ വേദിയിൽ കയറില്ല. അന്ന് സത്യത്തിൽ വല്ലാത്ത നിരാശ തോന്നി. എന്താണ് ഉസ്താദ് ഇത്ര കടുംപിടുത്തം നടക്കുന്നത്? സമ്മേളനവുമായി ബന്ധപ്പെട്ടൊരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടായിക്കൂടെ? നമുക്ക് ഇത്രയും പൈസയൊക്കെ തരുന്നയാളല്ലേ? ആ വ്യക്തി അന്നത്തെ ദിവസം നിങ്ങൾക്കറിയുമായിരിക്കും, അടൂരിൽ നിന്ന് പന്തളത്തേക്കൊക്കെ തിരിയുന്ന MC റോഡില് വൈറ്റ് പോർട്ടിക്കോ എന്നും പറഞ്ഞ് വലിയൊരു 4 സ്റ്റാർ ഹോട്ടലിൽ കാണാൻ കഴിയും. ബഹുമാന്യരായ ഉസ്താദുമാർക്ക് അവിടെ റൂമുകളൊക്കെ അദ്ദേഹം ബുക്ക് ചെയ്തിരിക്കുകയാണ്. പന്തളത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ അന്ന് രാത്രി തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഉസ്താദ് എത്തിയാൽ മാത്രം മതി. ഇദ്ദേഹം ചിറ്റാറിന്റെ വേദിയിലുണ്ട്. അന്ന് ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ അത് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, പരസ്യമായി ഇസ്ലാമിക വിരുദ്ധത പ്രവർത്തിച്ച ഒരു വ്യക്തി, പരസ്യമായി ആ തെറ്റി ഏറ്റുപറഞ്ഞ് മറഞ്ഞു വരാത്തിടത്തോളം കാലം നമ്മുടെ വേദികളിൽ സഹകരിപ്പിക്കൽ ജംഇയ്യത്തിന് നിരക്കുന്നതല്ല. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം മരണപ്പെട്ടു പോയി. നമുക്കൊക്കെയും താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അവസാന കാലം ഉണ്ടായിപ്പോയത് എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിപരമായ അനുഭവമാണ്. പക്ഷെ നമുക്കൊക്കെ അന്നൊക്കെ തോന്നിയതാണ്, എന്താ മുസ്ലിം കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ അവിടെയും അവരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതയാണ് ഞാൻ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിച്ചത്.
ദക്ഷിണയുടെ പൂർവ്വകാല മഹത്വങ്ങളുണ്ടല്ലോ. മഹാനായ എം ഷിഹാബുദ്ദീൻ ഉസ്താദ് ഉൾപ്പെടെ, മഹാനായ PK യൂനുസ് ഉസ്താദ് അവരുടെ ഉൾപ്പെടെ, അതേപോലെ തന്നെ കൊട്ടക്കര ഇബ്രാഹിം ഉസ്താദ് അവർ ഉൾപ്പെടെ, PP മുഹമ്മദ് ആലിം സാഹിബ് അവർ ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ OP തഖിയുദ്ദീൻ ഫരീദുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിത നേതൃത്വമുണ്ടല്ലോ. നമ്മുടെ കരങ്ങളിലേക്ക് ആർജവത്തോടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് ഒട്ടും തന്നെ വീഴ്ചകൾ സംഭവിക്കാതെ, കോട്ടം സംഭവിക്കാതെ നമ്മുടെ കൈകളിലേക്ക് ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയെ സമ്മാനിച്ചവർ ഇന്ന് നമുക്കൊക്കെയും ഒന്ന് പറയാൻ, അല്ലെങ്കിൽ നമുക്കൊക്കെയും ഒരു അഡ്രസ് ആയിട്ടുള്ളത് ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയാണ്. ആലോചിച്ചു നോക്കണം. കടലിൽ മാത്രമേ തിരമാല ഉണ്ടാവുള്ളൂ. ആ തിരമാലയിൽ നിന്നും കോരിയെടുക്കുന്ന ബക്കറ്റിലെ വെള്ളത്തിന് തിരമാല ഉണ്ടാവില്ലെന്ന് ഞാൻ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ജമീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ്, ദക്ഷിണയോടൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ്, കറകളഞ്ഞ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ദക്ഷിണയോടൊപ്പം നിന്ന് നെഞ്ചേറ്റുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും കൃത്യമായ ഒരു അഡ്രസ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊക്കെയും വിമർശിക്കുമ്പോ നേതൃത്വത്തെയും പ്രസ്ഥാനത്തെയും ഒക്കെയും ഏതെങ്കിലുമൊക്കെ കാരണത്തിന്റെ പേരിൽ പലപ്പോഴും നമ്മളൊക്കെ വിമർശിച്ചു പോകാറുണ്ട്. ഒന്ന് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന എന്റെ മകനിൽ DKSFന്റെ എത്ര പ്രവർത്തകരുണ്ട്? ഞാൻ ജോലി ചെയ്യുന്ന എന്റെ മകനിൽ ദക്ഷിണയെ എത്രമാത്രം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്? ഞാൻ ജോലി ചെയ്യുന്ന മകനിൽ നിന്നും കേരള മുസ്ലിം യുവജന ഫെഡറേഷനിലൂടെ ഉമ്മത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന എത്ര ചെറുപ്പക്കാരെ എനിക്ക് വാർത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് ആലോചിക്കേണ്ടതുണ്ടല്ലോ. ഈ പറയുന്ന ഉസ്താദുമാരുണ്ടല്ലോ, അഹോരാത്രം കഷ്ടപ്പെട്ടവർ, നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ജമീയത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകൾ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ മഹാന്മാരായ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളുണ്ടല്ലോ, പേര് പറയാൻ എനിക്ക് വല്ലാത്ത ഭയമുണ്ട്. കാരണം ആരുടെയെങ്കിലും പേര് അബദ്ധവശാലെങ്ങാനും വിട്ടുപോയാൽ പോലും അത് ചെയ്യുന്ന കുടുംബാലകമായി പോകുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവരെയൊന്നും മറന്നുപോകൽ നന്ദികേടായി തീരുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയും മഹാന്മാരായ പൂർവികരായ സ്വാത്വികരായ മഹാപണ്ഡിതന്മാർ എന്ന് മാത്രം പറഞ്ഞു വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ നമുക്ക് കൈമാറി തന്ന ആ മഹത്തായ ആദർശമുണ്ടല്ലോ, ആശയമുണ്ടല്ലോ. 1955 ഓഗസ്റ്റ് മാസം 2-ാം തീയതി അവർ എന്ത് ചെയ്തു? BJP ഹാളിൽ ഈ പറയപ്പെടുന്ന തെരഞ്ഞെടുക്കപ്പെട്ട 200 പേർ ജോലകപ്പുറം കൊച്ചുപള്ളിയിൽ കൂടിയിട്ട് അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 61 ആളുകൾ BJP ഹാളിൽ ചരിത്രമുറങ്ങുന്ന പാളയത്തെ BJP ഹാളിൽ അവർ ഒരുമിച്ച് കൂടുകയാണ്. നമ്മെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് എത്ര നാൾ ഗ്യാപ്പ് കൊടുക്കാറുണ്ട്? ഒരു സൗകര്യവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ജൂൺ മാസം 26-ന് തീരുമാനമെടുത്തതിന്റെ തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് മാസം 2-ാം തീയതി BJP ഹാളിൽ ഒരുമിച്ച് കൂടി. അത് മർഹൂം റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് റഹിമഹുല്ലാഹ് അദ്ദേഹം അവിടെ നടത്തിയ സ്വാഗത പ്രസംഗം അച്ചടിച്ച് 2 വിലയ്ക്ക് വിറ്റിട്ടാണ് ഈ സംഘടനയുടെ പ്രവർത്തന ഫണ്ടിന്റെ രൂപീകരണം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ദക്ഷിണയെ കൃത്യമായി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരായ മഹത്തുക്കളുണ്ടല്ലോ, സ്വാത്വികരായ പണ്ഡിതന്മാർ. അന്നവിടെ BJP ഹാളിൽ കൂടിയ പണ്ഡിത മഹത്തുക്കൾ അവരൊരു തീരുമാനമെടുക്കുന്നു. കേരളത്തിന്റെ തിരുക്കൊച്ചിയുടെ വടക്കാഞ്ചേരി മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും പണ്ഡിതരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം നൽകണം. 1955 നവംബർ മാസം 11-12 തീയതികൾ. ഓഗസ്റ്റിൽ നിന്നും നവംബറിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ചങ്ങനാശ്ശേരിയെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലയിൽ കോൾമയിൽ കൊള്ളിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത പണ്ഡിത സമ്മേളനം രൂപം കൊണ്ടു. 1000-ലധികം പണ്ഡിതർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. വടക്കാഞ്ചേരി മുതൽ കന്യാകുമാരി വരെയുള്ള തിരുക്കൊച്ചിയുടെ പ്രദേശങ്ങളിൽ നിന്നും 1000-ലധികം വരുന്ന ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ 2 ദിവസം അവിടെ തങ്ങിയിട്ട് അവർ അവരുടെ സമുദായത്തെ കുറിച്ച്, ഉമ്മത്തിനെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച് വിചിന്തനം നടത്തിയിട്ട് കുലങ്കഷമായ ആലോചനകളും ചർച്ചകളും ഒക്കെയും നടത്തിയിട്ട് അവർ തിരുക്കൊച്ചി ജമീയത്തുൽ ഉലമയ്ക്ക് രൂപം കൊടുക്കുകയാണ്. മർഹൂം PK യൂനുസ് ഉസ്താദ് അവർ പ്രസിഡന്റായി, റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് അവർ വൈസ് പ്രസിഡന്റായി, കായംകുളം ഉമർകുട്ടി ഉസ്താദ് അവർ ജനറൽ സെക്രട്ടറിയായി, PP മുഹമ്മദ് ആലിം സാഹിബ് അവർ ട്രഷററായി ഔദ്യോഗികമായി
തിരുക്കൊച്ചി ജംഇയ്യത്തുൽ ഉലമ അവിടെ പിറവികൊള്ളുകയാണ്. കേവലം 3-4 മാസങ്ങളുടെ വ്യത്യാസത്തിൽ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ ഒരു കൂട്ടം പണ്ഡിത മഹത്തുക്കൾ തിരുക്കൊച്ചിയിലെ ജംഇയ്യത്തിനെ കുറിച്ച് പറയുമ്പോഴേ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് അഭിമാനകരമായ ഒരു അസ്തിത്വമുണ്ട് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൽ പല പണ്ഡിത പ്രസ്ഥാനങ്ങളുമുണ്ട്. ആ പണ്ഡിത പ്രസ്ഥാനങ്ങളുടെയും ഒക്കെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായ അസ്തിത്വത്തോടുകൂടി നമ്മൾ ആരെയും പരാജയപ്പെടുത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടവരല്ല എന്ന് മാത്രമല്ല, എന്താണോ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ആദർശമായി സ്വീകരിച്ചത്, ആ ആദർശത്തിന് യാതൊരു വിധമായ കളങ്കവും സംഭവിക്കാതെ അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കാൻ ജംഇയ്യത്തിന് ഇന്നും സാധ്യമാകുന്നുണ്ട് എന്നത് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാപിതമായപ്പോൾ സ്ഥാപിച്ച അല്ലെങ്കിൽ നിർണയിച്ച പരിധിക്കപ്പുറത്തേക്ക് സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെയും തുറന്നു കിടന്നിട്ട് അതിലേക്കൊന്നും കടന്നു പോകൽ മര്യാദയില്ലെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പണ്ഡിത സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും നമ്മുടെ മദ്രസകളൊക്കെയും നഷ്ടപ്പെട്ടു പോകുമ്പോ ചരിത്രത്തിൽ നമുക്ക് പറയാൻ ആർജവത്തോടെ പറയാൻ കഴിയും, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക പ്രസ്ഥാനങ്ങളും ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസങ്ങളും ഒരു മദ്രസയെ പോലും ബലാത്കരമായി അല്ലെങ്കിൽ ഏതെങ്കിലും കുതന്ത്രങ്ങളിലൂടെ പിടിച്ചടക്കിയിട്ടില്ല എന്ന് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. അതേസമയത്ത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. 9 മദ്രസകളാണ് ആലപ്പുഴ മേഖലയിലുള്ളത്. 1972 മുമ്പുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 32 മദ്രസകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന ആലപ്പുഴ മേഖലയിൽ നിന്നും പലതരത്തിൽ കുതന്ത്രങ്ങളിലൂടെ മദ്രസകൾ അവർ കടത്തിക്കൊണ്ടുപോയെങ്കിൽ ഒരൊറ്റ മദ്രസയിലേക്ക് പോലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് കടന്നു പോകാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ശ്രമിച്ചിട്ടില്ല. കാരണം പഠിപ്പിച്ചു തന്ന ആദർശം അല്ലെങ്കിൽ കൈമാറി കിട്ടിയ ആദർശം ജംഇയ്യത്തിന്റെ സുതാര്യമായിരുന്നു, കൃത്യമായിരുന്നു. ചരിത്രം ഒന്ന് പഠിക്കുവാൻ തയ്യാറാകണം. 1985 നവംബർ മാസം 11-12 തീയതികളിലെ ചങ്ങനാശ്ശേരിയിലെ സമ്മേളനത്തിന് സമാപനം കുറിക്കപ്പെട്ടു. ഡിസംബർ കഴിഞ്ഞു ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയും ആലപ്പുഴ മുഹമ്മദൻ ഗവൺമെന്റ് LP സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ ഈ പറയപ്പെടുന്ന പണ്ഡിത മഹത്തുക്കൾ വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടുകയാണ്. അവർ ദക്ഷിണയ്ക്ക് ഊടും പാപം പകർന്നു നൽകി. ദക്ഷിണയ്ക്ക് നിലപാടുകൾ പരിചയപ്പെടുത്തി കൊടുത്തു. അത്തരത്തിൽ 1958 കേരള പിറവിക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ ആലങ്കോട് വെച്ച് നടന്ന മഹാസമ്മേളനം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം പറഞ്ഞു വരുമ്പോ 1955 നവംബർ മാസം ചങ്ങനാശ്ശേരിയിൽ ചേർന്ന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതും അതിന്റെ പ്രധാനപ്പെട്ട അതിഥിയായി പങ്കെടുത്തതും അല്ലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവர்களായിരുന്നു. സമസ്തയുടെ അന്നത്തെ ഏറ്റവും സമുന്നതനായ നേതാവ്. നമ്മൾ ആലോചിച്ചു നോക്കണം, 2 ദിവസം നമ്മളോടൊപ്പം താമസിച്ച് നമ്മുടെ പൂർവികരോടൊപ്പം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ആശീർവാദത്തിലാണ് തിരുക്കൊച്ചി ജംഇയ്യത്തുൽ ഉലമ എന്ന നാമധേയത്തിൽ അന്ന് ദക്ഷിണയുടെ ആദ്യ രൂപം കൊള്ളുന്നത്. 1958 ഉമ്മുൽ മദാരിസ് ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിരുന്ന ആദം ഹസറത്തിന്റെ സാന്നിധ്യത്തിൽ ആലങ്കോട് ചേർന്ന മഹാസമ്മേളനം തിരുക്കൊച്ചി ജംഇയ്യത്തുൽ ഉലമയെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയായി പുനർനാമകരണം ചെയ്യുകയാണ് കേരളപ്പിറവിക്ക് ശേഷം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞു വെക്കാൻ ആഗ്രഹിച്ചത്, മലയാളി മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ പണ്ഡിത പ്രസ്ഥാനം അത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമ്മൾ കുരുടൻ ആനയെ കണ്ട വരുവാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ചിലർക്ക് ചിലർക്ക് വലിയ തൂണുകൾ മാത്രമായിരുന്നു, ചിലർക്ക് ചൂലായിരുന്നു, ചിലർക്ക് വലിയ മുറമായിരുന്നു ആന. അതിന്റെ പൂർണ്ണ രൂപം ചെയ്യാൻ കഴിഞ്ഞില്ല, അവർക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിലയും അതിന്റെ വലിപ്പവും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ദക്ഷിണയുടെ ചരിത്രം പറഞ്ഞു വരുമ്പോ ദക്ഷിണയുടെ കഴിഞ്ഞുപോയ ഓരോ കാലഘട്ടവും നമ്മളൊന്ന് പരിശോധനയ്ക്ക് പഠനത്തിന് വിധേയമാകുമ്പോ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സമുദായത്തിന് പകർന്നു നൽകിയ ഉന്നതമായ മൂല്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ വായിച്ചെടുക്കുവാൻ കഴിയും. എന്തായിരുന്നു ദക്ഷിണയുടെ നിലപാടുകൾ എന്ന് പഠിക്കുമ്പോൾ റഈസുൽ ഉലമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് എന്താണ് എന്ന്.
പറയുന്ന ഒരു മറുപടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ തന്നെ സഹാബത്തും കാണിച്ചു തന്ന മാതൃകയെന്നോ അതിൽ അണുകിട വ്യത്യാസം വരുത്താതെ, ഒന്നിനെയും കൂട്ടിച്ചേർക്കുകയോ ഒന്നിനെയും തള്ളിപ്പറയുകയോ ചെയ്യാതെ ജീവിതത്തെ പ്രവാചകർക്കും സഹാബത്തിനും അനുസൃതമായ അനുധാവനം ചെയ്യലാണ് തഫ്രീത്തിനും ഇഫ്റാത്തിനും മധ്യേ, അതിമിതത്വത്തിനും അമിതത്വത്തിനും മധ്യേ മധ്യമമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നിസം അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് എന്ന് മഹാനായ മർഹൂം റഈസുൽ ഉലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നുവെങ്കിൽ ആ ഒരു നിലപാടിനെ നെഞ്ചേറ്റുന്നവരാണ് ഞാനും നിങ്ങളും നമുക്ക് തിരിച്ചറിവുണ്ടാവണം. അതാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. സുന്നത്തുകളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ബിദ്അത്തുകളോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് ആ ബിദ്അത്തിൽ അകപ്പെട്ടു പോയ ആളുകളെ തിരുത്തുവാൻ, അവരെ മടക്കിക്കൊണ്ടുവരുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട്. അതേപോലെ തന്നെ ദക്ഷിണ ഈ കാലഘട്ടം വരെയും 70 വർഷക്കാലത്തെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വീകരിച്ച ആയിരക്കണക്കിന് നിലപാടുകളുണ്ട്. ആ നിലപാടുകളെ ഒന്നും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മാറ്റി പറയുകയോ തള്ളി പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നത് ദക്ഷിണയുടെ ഏറ്റവും വലിയ മഹത്വമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീയിൽ കേരള ഗവൺമെന്റ് ഒപ്പുവെച്ചു എന്നറിയുന്ന ആദ്യ സമയത്ത് തന്നെ ഏകദേശം രാത്രി മഗ്‌രിബിന്റെ ഇശാഇന്റെ സമയത്തോടു കൂടി അടുത്താണ് PM ശ്രീയിൽ കേരള ഗവൺമെന്റ് ഒപ്പുവെച്ച വാർത്ത പുറത്തു വരുന്നത്. ഒപ്പുവെക്കുമെന്നുള്ള വാർത്ത എന്ന് രാവിലെ മുതലും പ്രചരിക്കുന്നുണ്ട് എങ്കിൽ ഒപ്പുവെച്ച വാർത്ത വന്നു എന്ന്, ഒപ്പുവെച്ചു എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ അതിന്റെ പത്രക്കുറിപ്പ് ഇറങ്ങുന്നത് വരെയും മഹാനായ ബഹുമാന്യനായ തുടിയൂർ ഉസ്താദ് അവർകൾ പലതവണ വിളിച്ചു. എന്താ ഈ പത്രക്കുറിപ്പ് എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചോ? ദക്ഷിണ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ ഇതിൽ വളരെ കൃത്യമായി കണിശമായി കേരള ഗവൺമെന്റിനോട് ഉൾപ്പെടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാമൂഹികമായ നിലപാടായിരുന്നു ദക്ഷിണ പ്രഖ്യാപിച്ചത് എന്നല്ല. 1955 ജൂൺ മാസം 26-ാം തീയതി രൂപീകൃതമായത് മുതൽ ഇന്ത്യ 70-ാം വാർഷികത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും ദക്ഷിണ സ്വീകരിച്ച നിലപാടുകളിൽ ഒന്നിൽ പോലും വെള്ളം ചേർക്കേണ്ടി വരികയോ മായം ചേർക്കുകയോ മാറ്റി പറയുകയോ തള്ളി പറയുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ദക്ഷിണ ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ദക്ഷിണയുടെ നിലപാടിന്റെ മഹത്വം എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് വേണം ദക്ഷിണയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ദക്ഷിണയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഘടനയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലാട്ടികളായി മാറാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ശ്രമിച്ചിട്ടില്ല, ഇന്നും ശ്രമിച്ചിട്ടില്ല. ദക്ഷിണയുടെ നയങ്ങളും ദക്ഷിണയുടെ ആദർശങ്ങളും രൂപീകരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവസരം നൽകാറില്ലെന്ന് മാത്രമല്ല, ദക്ഷിണയുടെ വേദികളെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുമില്ല. ഏതെങ്കിലും ഒരു നേതാവ്, ദക്ഷിണയുടെ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചത് നിങ്ങൾക്കറിയുമോ? ഇല്ലല്ലോ. പലപ്പോഴും അങ്ങനെ വാലാട്ടികളാകാത്തതിന്റെ പേരിൽ നഷ്ടങ്ങളൊക്കെയും ഒരുപാടുണ്ടായിട്ടുണ്ടാവാം. ഭരണതലത്തിൽ ആവശ്യമായ പദവികളൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അസ്തിത്വം പണയപ്പെടുത്തിയിട്ട്, ആദർശം പണയപ്പെടുത്തിയിട്ട് ജംഇയ്യത്ത് രൂപീകൃതമായപ്പോൾ ഒരു ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിൽ വെള്ളം ചേർത്തിട്ട് ഒന്നും നേടിയെടുക്കേണ്ട എന്ന ഉത്തമമായ ഒരു ബോധ്യം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ നേതൃത്വം നൽകിയ പഴയകാല നേതൃത്വത്തിനുമുണ്ട്. അഭിനവകാല പുതിയ കാല നേതൃത്വവും അത് കൃത്യമായി തന്നെ നമ്മളോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദക്ഷിണയുടെ പിന്തലമുറക്കാരാണ് ഞാനും നിങ്ങളുമൊക്കെയും സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ ആശയാദർശങ്ങളുടെ വിഷയങ്ങളിൽ, നിലപാടുകളുടെ വിഷയത്തിൽ, ദക്ഷിണയുടെ രാഷ്ട്രീയത്തിന്റെ വിഷയത്തിൽ ജംഇയ്യത്ത് പരിചയപ്പെടുത്തി തരുന്ന ഒരു നിലപാടുണ്ടല്ലോ, ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടല്ലോ. അതിൽ വെള്ളം ചേർക്കാൻ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊന്നിനോട് കൂട്ടിക്കലർത്താൻ ഒരിക്കലും ഞാൻ നിങ്ങൾ തയ്യാറാകരുത് എന്നാണ് പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജംഇയ്യത്തിന്റെ പൂർവ്വകാല മഹത്തുക്കൾ അവർ സച്ചരിതരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ, ജീവിതത്തിൽ സൂക്ഷ്മതയുടെ നിറകുടങ്ങളായ, നിഷ്കളങ്കരും നിസ്വാർത്ഥരുമായിരുന്നു എന്ന തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും ആദ്യമായിട്ടുണ്ടാവേണ്ടത്. അതിനുമപ്പുറം ദക്ഷിണ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഒരു ലക്ഷ്യമാണ് ഉമ്മത്തിന്റെ ഐക്യം എന്നുള്ളത്. ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച നിലപാടുകൾ ഞാൻ ഓർത്തുപോവുകയാണ്. 2005 കാലഘട്ടം, അവരാണ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം. കേരളത്തിൽ സജീവമായ പിറകിട വിവാദങ്ങൾ സജീവമായിരുന്ന കാലഘട്ടം. വ്യത്യസ്തമായി ഒരേ വീട്ടിൽ തന്നെ രണ്ടാളുകൾ നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്ന കാലഘട്ടം. പല പ്രാവശ്യവും ബഹുമാന്യനായ തുടിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നിന്നും അവറാൻ ഉസ്താദുമാരെത്തും. എന്നിട്ട് അവിടെ നിന്നായിരുന്നു കോഴിക്കോടേക്ക് എത്തിക്കുക.
യാത്ര പോകുന്ന ഉത്സാഹമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് നേതൃത്വം നൽകിയത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ, ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാക്കാൻ, ഒരു സമവായം ഉണ്ടാക്കാൻ, ഒരു മേശയ്ക്ക് ചുറ്റും പണ്ഡിത സഭകളെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ നേതൃത്വം കൊടുത്തത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. അങ്ങനെ പിറവിവാദത്തെ ഏകീകരിക്കുന്നതിൽ ഏറ്റവും നല്ല നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിനു വേണ്ട എല്ലാവിധമായ ശ്രമങ്ങളും നടത്തിയത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റണമെന്നുള്ളതാണ്. ജംഇയ്യത്തിനെ നമ്മുടെ അഭിമാനമായി നമുക്ക് കാണാൻ കഴിയണം. അതുകൊണ്ട് തന്നെയും മഹത്തായ ജംഇയ്യത്തുൽ ഉലമ നമ്മളോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് പങ്കുവെക്കുന്ന ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ മുറുകെ പിടിക്കേണ്ട ആശയങ്ങളും ആദർശങ്ങളുമാണ്. ജംഇയ്യത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുമ്പോൾ 1979 ഇരാറ്റുപേട്ടയിൽ നടന്ന സമ്മേളനം ജംഇയ്യത്തിന്റെ ചരിത്രത്തിലെ അതീവ പ്രശസ്തമായ ഒരു സമ്മേളനമായിരുന്നു. കേരള മുസ്ലിം യുവജന ഫെഡറേഷന് 1979 രൂപം കൊള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇരാറ്റുപേട്ടയിൽ വെച്ചിട്ടാണ് രൂപം കൊള്ളുന്നത്. അവിടെ 1980 കൊല്ലം കർബലയിൽ ജംഇയ്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ, 25ാം വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. ആ 25ാം വാർഷികാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ലോക പ്രശസ്ത പണ്ഡിതൻ ജമിയ മന്നാലിയയ്ക്ക് ശിലാസ്ഥാപനം നിർവഹിച്ച മൗലാന അബുൽ ഹസൻ അലി നദ്വി അവറുകളായിരുന്നു. ആരാണ് ജമിയത്തിനോടൊപ്പം നിന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ജമിയത്തിന്റെ 25ാം വാർഷികം, സിൽവർ ജൂബിലി വാർഷികം. അതിനുശേഷം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ സമയങ്ങളിലും ദക്ഷിണയുടെ 50ാം വാർഷികം 1995 കൊച്ചി കായലിന്റെ തീരത്തെ, കൊച്ചി പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ പാൽക്കടലാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കുറഞ്ഞു പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചി പട്ടണത്തെ, മറൈൻ ഡ്രൈവിനെ പാൽക്കടലാക്കി മാറ്റിക്കൊണ്ട് 5 ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ശരീഅത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ ദീർഘമായ പോരാട്ടം. ബഹുമാന്യരായ ഉസ്താദുമാർ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. 1995 ഡിസംബർ മാസത്തിലാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 40ാം വാർഷികം ആഘോഷിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നെ സംബന്ധിച്ച് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40ാം വാർഷികം പറഞ്ഞു വെച്ചത് എവിടെയാണ്? ശരീഅത്ത് സംരക്ഷണ റാലി ഉൾപ്പെടെ. നേരത്തെ പറഞ്ഞതുപോലെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന ഒരു ദിവസം എന്റെ 12ാമത്തെ വയസ്സാണ്. എന്റെ പിതാവ് ജംഇയ്യത്തുൽ ഉലമയുടെ മുഫത്തിഷായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിച്ചതും കുടിച്ചതും എന്റെ ജീവിതത്തിലെ സകലവും ഞാൻ നേടിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജംഇയ്യത്തിന്റെ വെള്ളവും വളവും സ്വീകരിച്ചാണ് ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. എന്റെ പിതാവ് ജംഇയ്യത്തിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷായിരുന്നു. മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബറിടം സ്വർഗ്ഗപൂർണ്ണമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പിതാവിന്റെ കയ്യും പിടിച്ച് ഇന്നത്തെ ഷീമാറ്റി നിലകൊള്ളുന്ന ആ വളവിലാണ് തലനാട് അബ്ദുൽ കരീം ഉസ്താദുകളാണ് അദ്ദേഹത്തിന്റെ ഇളയ മോനാണ്. മുഫത്തിഷായിരുന്നു. 25 വർഷം ദക്ഷിണയുടെ മുഫത്തിഷായിരുന്നു. ഇന്നത്തെ ഷീമാട്ടിയൊക്കെ നിലകൊള്ളുന്ന, അതായത് മെട്രോ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, MG റോഡിലേക്ക് തിരിയുന്നത്. രാവിലെ 10 മണിക്കാണ് പത്തനംതിട്ടയിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും പത്തനംതിട്ട ജില്ലയുടെ ബസ്സുകളൊക്കെ ഒരുമിച്ച് പുറപ്പെടുന്നത്. അന്ന് പത്തനംതിട്ട ജില്ലയുടെ ജംഇയ്യത്തിന്റെ പ്രസിഡന്റ് മരണപ്പെട്ടു പോയ 33 വർഷം പത്തനംതിട്ട സെൻട്രൽ ജുമാ മസ്ജിദ്, ടൗൺ ജുമാ മസ്ജിദിന് ഇമാമായിരുന്ന മർഹൂം അബ്ദുൽ ഗനി ആലിം ജമാലി തമിഴ്നാട് നിവാസിയാണ്. 33 വർഷം പത്തനംതിട്ട ജുമാ മസ്ജിദിന്റെ ഇമാമായിരുന്നു. ജംഇയ്യത്തിന്റെ അത്രയും വർഷക്കാലത്തെയും ജംഇയ്യത്തിന്റെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ഉസ്താദിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ മഹല്ലുകളിൽ നിന്നും വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്റെ 12ാമത്തെ വയസ്സാണ്.
രാവിലെ 10 മണിയോടടുത്ത സമയത്ത് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ടിട്ടും വാഹനം എറണാകുളത്ത് എത്തുമ്പോൾ ഏകദേശം 5 മണിയോടെടുക്കുന്നുണ്ട്. റാലിയുടെ മുൻനിര എന്ത് ചെയ്തു? ഷീമാട്ടി ആ റൗണ്ട് കടന്ന് മുന്നോട്ട് പോയി. ഞാനും വന്ന് എൻ്റെ ആ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവിന്റെ കൈ പിടിച്ച് ഞാൻ ആ റാലിയിൽ അണിനിരുന്നു. ഇന്നത്തെ മെട്രോ സഞ്ചരിക്കുന്ന വഴിയിലൂടെ MG റോഡിലൂടെ മഹാരാജാസ് കോളേജിന്റെ സമീപത്ത് മഹാരാജാസ് ഗ്രൗണ്ട് ചുറ്റിക്കിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ മറൈൻ ഡ്രൈവിന്റെ മുന്നിലൂടെ കടന്ന് എന്ത് ചെയ്തു? റാലി മറൈൻ ഡ്രൈവിൽ സമാപിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ റാലി സമാപിക്കുമ്പോഴും ഞാൻ ഇപ്പോഴും ഓർത്തുപോകുന്നു, റാലി കടന്നു പോകുന്ന ഓരോ പോയിന്റുകളിലും വിവിധ ഇസ്ലാമിക സംഘടനകൾ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗത കമാനങ്ങൾ സ്ഥാപിക്കുകയും ബാനറുകളുമായി അണിനിരക്കുകയും ചെയ്ത രംഗം ഇന്ന് നന്നായി എനിക്ക് ഓർമ്മയുണ്ട്. ആ ചെറിയ പ്രായത്തിലാണെങ്കിലും അന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40ാം വാർഷികം പ്രൗഢഗംഭീരമായി 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ അണിനിരത്തി കൊച്ചിയെ ഒരു പാൽക്കടലാക്കി മാറ്റിയിട്ടാണ് ജംഇയ്യത്തിന്റെ സമ്മേളനം നടക്കുന്നത്. തുടർന്നുള്ള 4 ദിവസം അൽ-വജാമി ഹസനിയുടെ ചരിത്രത്തിൽ, ജംഇയ്യത്തിന്റെ ചരിത്രത്തിൽ 4 പകലുകളും 4 രാത്രികളും ജംഇയ്യത്തിന്റെ സജീവമായ ചർച്ചകളുടെ ദിവസങ്ങളായിരുന്നു. ജംഇയ്യത്തിന്റെ 40ാം വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിപുലമായ ചർച്ചകൾ, സെമിനാറുകൾ അത്തരത്തിൽ ജംഇയ്യത്തിന്റെ 40ാം വാർഷികം കൊണ്ടാടപ്പെട്ടു, ആഘോഷിക്കപ്പെട്ടു. അവിടെ നിന്ന് 10 വർഷങ്ങൾക്കിപ്പുറം 2005 ജംഇയ്യത്തിന്റെ 50ാം വാർഷികം കൊടുങ്ങല്ലൂരിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം. അന്ന് അബ്രാഹ വിദ്യാർത്ഥിയാണ് ഞാൻ. അബ്രാഹിൽ നിന്നും ഉസ്താദുമാരുടെ അനുവാദത്തോടുകൂടി കൊടുങ്ങല്ലൂരിലെ ഞാനും വട്ടപ്പറമ്പ് സാദിഖ്, എന്നോടൊപ്പം ഉണ്ടായിരുന്ന സാദിഖ്, ഞങ്ങൾ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത്? മുത്തല്ലിമീങ്ങളാണ്. ഉദ്ഘാടന സമ്മേളനം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? കൊടുങ്ങല്ലൂരിൽ എത്തുന്നത്. ചെരമ മസ്ജിദിൽ എത്താൻ പറ്റിയില്ല. അതിനു മുമ്പ് അവിടുന്ന് റാലി തുടങ്ങി. ഒരു റാലി ആയിട്ടാണ് ടൗൺ ഹാളിലേക്ക് വരുന്നത്. 1500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു ടൗൺ ഹാളായിരുന്നു. അന്ന് ചേരമാൻ മസ്ജിദിൽ നിന്നും സിയാറത്ത് കഴിഞ്ഞ് ടൗൺ ഹാളിലേക്ക് റാലി എത്തി. മരണപ്പെട്ടു പോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വാക്കുകൾ ഇന്നും ഞാൻ ഓർക്കുന്നു. 1500 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ, 1.5 ലക്ഷം പ്രതിനിധികളുടെ സ്ഥാനത്താണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇത് ദക്ഷിണയുടെ കരുത്താണ്. തെരഞ്ഞെടുക്കപ്പെട്ട 1500 പേർ ഇതാണെങ്കിൽ ദക്ഷിണയുടെ വലിപ്പം എത്രമാത്രമായിരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ച വർത്തമാനം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ദക്ഷിണയുടെ 50ാം വാർഷികമാണ്. 50ാം വാർഷികം 1 വർഷം നീളുന്ന വിവിധ പരിപാടികളോട് ആഘോഷിക്കപ്പെട്ടു. അവസാനം തിരുവനന്തപുരം പട്ടണത്തിൽ 50ാം വാർഷികം പര്യവസാനിച്ചു. 60ാം വാർഷികം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. വളരെ വേഗത്തിൽ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കൂടി മടങ്ങി പോകേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അടിയുറച്ച ഒരു അനുയായി ആയിരിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ദക്ഷിണയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, 60ാം വാർഷികവും ഈ പറഞ്ഞതുപോലെ തെക്കിന്റെ അതിർവരമ്പുകളൊക്കെയും ഭേദിച്ചിട്ട് ലോകം കണ്ട മഹത്തായ പണ്ഡിതൻ, ഇസ്ലാമിക കൈരളി ലോകത്തിന് സമ്മാനിച്ച അസ്ഹരി തങ്ങൾ എന്ന മഹത്തായ പണ്ഡിതൻ, മന്നാനികളെ സംബന്ധിച്ചിടത്തോളം മന്നാനിക്ക് മറന്നു പോകാൻ കഴിയാത്ത ഒരു നാമമാണ്. മന്നാനിയുടെ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഉണ്ടായിരുന്ന വ്യക്തിത്വങ്ങളിൽ ഹസൻ ഹസ്രത്തിനോടൊപ്പം, അതേപോലെ തന്നെ അല്ലാമ അബുൽ ഹസൻ അലി നദവിയോടൊപ്പം മന്നാനിക്ക് തുടക്കം കുറിച്ചതിൽ ഒരാള് അസ്ഹരി തങ്ങളായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അസ്ഹരി തങ്ങളുടെ മഖാമിലേക്കാണ് ജംഇയ്യത്തിന്റെ 60ാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം. നമുക്കൊക്കെ രോമാഞ്ചത്തോടു കൂടിയല്ലേ ഓർക്കാൻ കഴിയുള്ളൂ. കുറ്റിപ്പുറം പാലത്തിനപ്പുറത്തേക്ക് 3000-ലധികം പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിട്ട് തെക്കൻ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 3000-ലധികം വരുന്ന പ്രതിനിധികൾ കുറ്റിപ്പുറം പാലത്തിനപ്പുറം മഹാനായ നിലപാടുകളുടെ രാജകുമാരനായിരുന്ന അസ്ഹരി തങ്ങൾ അവരുടെ അന്ത്യവിശ്രമ കേന്ദ്രത്തിലെത്തിയിട്ട് ജംഇയ്യത്തിന്റെ ഔദ്യോഗികമായ 60ാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനമുണ്ടല്ലോ, നമുക്കൊക്കെ മറക്കാൻ കഴിയോ? എത്ര പ്രൗഢമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. ആ സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് അത്തിപ്പറ്റ ഉസ്താദാണ്. ചുവന്ന കസേരയായിട്ട് വന്നപ്പോഴത്തേക്ക് ആ കസേര പോലും വേണ്ടെന്ന് പറഞ്ഞ മറ്റു ജീവിതത്തിന്റെ സൂക്ഷ്മതയുടെ എത്രമാത്രം അവരൊക്കെയായിരുന്നു നമ്മൾ ആവശ്യമാണ്. ആത്തിപ്പറ്റ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ ദ്വാ ചെയ്ത് അനുഗ്രഹിച്ച ഒരു പ്രസ്ഥാനം.
ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരക്കുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളാണെന്ന ബോധ്യം എന്നെയും നിങ്ങളെ നയിക്കേണ്ടതുണ്ട്. ഞാനൊരു ദക്ഷിണക്കാരനാണെന്ന് ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന വേദികളിൽ ജംഇയ്യത്തിനെയും ലജ്നത്തിനെയും യുവജന സംഘടനകളെയും വിദ്യാർത്ഥി ഫെഡറേഷനെയും മന്നാനീസ് അസോസിയേഷനെയും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സന്ദേശ റാലിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഖമറുദ്ദീൻ നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ജംഇയ്യത്തിന്റെ സന്ദേശ റാലി കടന്നു വരുന്ന ഓരോ വേദികളിലും കൃത്യമായി ജംഇയ്യത്തിന്റെ പോഷക പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ ഉണ്ടാവണം. അവർക്ക് സ്വീകരണത്തിന് പ്രാതിനിധ്യം നൽകണം. എന്റെ ഉസ്താദ് ആരെയൊക്കെ ഉൾപ്പെടുത്തണം? ഉസ്താദ് എണ്ണി തുടങ്ങി, മുകളിൽ തുടങ്ങി ജംഇയ്യത്തിന്റെ ഭാരവാഹികൾ ഉണ്ടാവണം, വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാരവാഹികൾ ഉണ്ടാവണം, ലജ്നത്തിൻ്റെത് ഉണ്ടാവണം, വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഉണ്ടാവണം, മന്നാനീസ് അസോസിയേഷൻ്റെ ഉണ്ടാവണം. ജംഇയ്യത്തിന്റെ ഔദ്യോഗിക ഒരു പോഷക വിഭാഗമാണ് മന്നാനീസ് അസോസിയേഷൻ. നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2500-ൽ പരം വരുന്ന പണ്ഡിത ശ്രേഷ്ഠരെ കൈരളിക്ക് മന്നാനിയെ സമ്മാനിച്ചിട്ടുണ്ട്. പ്രഭാഷണ രംഗത്തും പ്രബോധന രംഗത്തും ദർസി രംഗത്തും അതേപോലെ തന്നെ മിമ്പറുകളും മെഹ്റാബുകളും മഹല്ലുകളും കൈകാര്യം ചെയ്യുന്ന പ്രമുഖരും പ്രഗത്ഭരുമായ മന്നാനി സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ഊർജവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആവേശവും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് നാം നിർവഹിക്കുന്ന ദൗത്യം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കൊരു തിരിച്ചറിവുണ്ടാവേണ്ടതുണ്ട്. ജംഇയ്യത്താണ് നമ്മുടെ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ, ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തവർ ജീവിതത്തിൽ ഹറാമുകളെ കുറിച്ച് ചിന്തിക്കുക പോലും ഹറാമുകൾ പ്രവർത്തിക്കുക പോലും ചെയ്യാത്ത എന്നല്ല, കറാഹത്തുകളെ കുറിച്ച് പോലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത റഈസുൽ ഉലമയെ കുറിച്ച് പറയപ്പെടുന്ന സംഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റഈസുൽ ഉലമയും കുടുംബവും യാത്ര ചെയ്യുന്ന വഴിയില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊല്ലത്തെ മലബാർ ഹോട്ടലില് റഈസുൽ ഉലമയും കുടുംബവും കയറുന്നുണ്ട്. അങ്ങനെ കയറുമ്പോ ഉപ്പുമാവാണ് ആവശ്യപ്പെട്ടത്. അന്നത്തെ കാലത്ത് എന്തല്ല, ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ സുലഭമായിട്ട് കിട്ടുന്നതല്ല, കള്ളക്കടത്തിലൂടെ വേണം എന്ത് ചെയ്യാൻ. അമേരിക്കൻ മാവെന്നാണല്ലോ പറയുന്നത്, കള്ളക്കടത്തിലൂടെ വേണം വരാൻ. റഈസുൽ ഉലമ ചോദിച്ചു എന്നാണ്, ഇതെവിടെന്നാ? അതിന്റെ പോലെയാണ് ഇന്ന രീതി കിട്ടുക. എനിക്ക് വേണ്ട ഭക്ഷണം കുടുംബത്തെയും കഴിപ്പിച്ചില്ലെന്നാണ്. നമ്മൾ കയറുന്ന ഹോട്ടലിൽ ഹലാലാണോ ബോർഡ് പോലും ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ നോക്കാറുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവര് നേതൃത്വം നൽകിയാണ്, ദക്ഷിണയ്ക്ക് കൂടും പാപം നൽകിയാണ്, ദക്ഷിണയെ ദക്ഷിണയാക്കി. എന്തെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ അത് ദക്ഷിണയുടെ അഡ്രസ്സാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദക്ഷിണയോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിലയുള്ളത്. അതിൽ നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്രസ്സും ഇല്ലെന്നും തിരിച്ചറിയണം. ഒന്നുകൂടി പറയട്ടെ, കടലിലെ തിരയ്ക്ക് കടലിൽ നിൽക്കുമ്പോൾ മാത്രമേ തിരയുണ്ടാവുള്ളൂ. ആ വെള്ളം ബക്കറ്റിലേക്ക് കോരി കഴിയുമ്പോൾ ഒരു തിര അതിനകത്ത് ഉണ്ടാവില്ലെന്നത് അടിസ്ഥാനമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കുവാനുള്ളത്, ജംഇയ്യത്തിന്റെ ചരിത്രങ്ങൾ, നാൾവഴികൾ, ഇന്നലകൾ നമ്മൾ ഓരോരുത്തരും സഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഖുർആനിന്റെ സൂറത്തുകൾ പഠിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ പ്രവാചകരുടെ ജീവിതവും പ്രവാചകരുടെ യുദ്ധങ്ങളും ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധ സഹാബത്ത് നബിതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നമ്മുടെയും ബാധ്യതയാണ് നാം സ്വയം പഠിക്കണം. നമ്മുടെ തലമുറകൾക്ക് ജംഇയ്യത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ജംഇയ്യത്തിന്റെ പൂർവ്വകാല മഹത്വങ്ങൾ, അവരുടെ ജീവിതം തന്നെ അവർ ജംഇയ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു വെക്കുവാനുള്ളത്, എന്തുകൊണ്ട് ഞാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകനായി മാറണം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഒന്നാമതായി പറയാനുള്ളത്, ദക്ഷിണയുടെ പണ്ഡിത നേതൃത്വം തന്നെയാണ് അതിന്റെ ഉത്തരം എന്നുള്ളതാണ്. പണ്ഡിത നേതൃത്വമാണ് അതിന്റെ ഉത്തരം. ജാടകളില്ല, അങ്ങനെ തന്നെ പറയണം കേട്ടോ. നാടൻ ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാല് നാട്യങ്ങളും ജാടകളുമില്ലാത്ത പണ്ഡിത നേതൃത്വമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രൂപീകരണം മുതൽ ഇക്കാലഘട്ടം വരെയും നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. നേരത്തെ പറഞ്ഞുവല്ലോ, നമുക്ക് വലിയ രമ്യഹർമ്മങ്ങളൊന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല, വലിയ മണിമാളികകളും വലിയ കോംപ്ലക്സുകളൊന്നും നമുക്കുണ്ടാകണമെന്നില്ല. പക്ഷെ നമുക്ക് ചില നിലപാടുകളും ചില ആദർശങ്ങളുമുണ്ട്. ബഹുമാനനായ തുടിയൂർ ഉസ്താദ് പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എറണാകുളത്ത് നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങി വരുന്നൊരു രംഗമുണ്ട്. നമ്മളൊക്കെ എങ്ങനെയായിരിക്കും ഒരു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങി വരുന്നത്? നമ്മളൊക്കെ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഏറ്റവും പ്രൗഢമായ നിലയിൽ KSRTC ബസ്സിലാണ് ആലുവയിൽ നിന്നും കൊല്ലത്തേക്ക് വരുന്നത്. ഞാൻ ട്രെയിനിന് കൂടെ
ഏറ്റവും കുറഞ്ഞത് ട്രെയിൻ യാത്ര ചെയ്തൂടെ? ഇല്ല മോനെ, അത് കരുനാഗപ്പള്ളിയിലൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും, കൊല്ലത്തൊക്കെ പോയിട്ട് പിന്നെ ഞാൻ ആരെയും സഹായത്തിന് വിളിക്കണം. വേണ്ട, അത് വേണ്ട. ഇതാവുമ്പോൾ എനിക്ക് കരുനാഗപ്പള്ളി റെയിലിൽ വീട്ടിൽ പോകാം. നമ്മുടെ നേതൃത്വം ഇതാണ്. നമ്മളോടൊപ്പം ഇപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കണമോ? സ്വന്തമായി ബന്ധപ്പെട്ടിരിക്കല് ഇങ്ങനെ ഒരു ചർച്ച ഒരു വാക്കുകൂടി പറയാണ്. എനിക്ക് പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു പോവാണ്. അതിൻ്റെ വീടൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ എന്തൊരു വലിയ വീടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ആരോപണ രൂപത്തിൽ പറഞ്ഞ പുസ്തകം പറഞ്ഞൊരു വർത്താനുണ്ട്. തുടിയെന്ന് പണ്ടൊരു തൻ്റെ പേര് പറയുന്നതിൽ ക്ഷമിക്കണം. തുടിയെന്ന് പണ്ടൊരു വീടുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ എവിടെയാണ് വെള്ളം വീഴുന്നത് നോക്കിയിട്ട് ആ വെള്ളം വീഴുന്നിടത്ത് പാത്രം കൊണ്ട് വെക്കേണ്ടി വരുന്നൊരു വീട് ഉണ്ടായിരുന്നു. അവിടെന്നാണ് ഇന്ന് കാണുന്ന അവസ്ഥയിൽ മകൻ അവൻ അധ്വാനിച്ചിട്ട് എന്ത് ചെയ്തത് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇന്നും സ്വന്തമായി വാഹനമൊന്നുമില്ല. ഏത് പരിപാടിക്ക് വിളിച്ചാലും നിങ്ങൾ ആരെങ്കിലും ഇന്നുവരെ തൊഴിലുത്സാഹിന് നമ്മൾ ആരെങ്കിലും ഇന്നുവരെ തൊഴിലുത്സാഹിന് വണ്ടിക്കൂലി കൊടുത്തിട്ട് പരിപാടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വാങ്ങാറില്ലാത്ത മനുഷ്യൻ. ഇത് പറയണമല്ല, പലപ്പോഴും ജമീയത്തുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യം എന്നല്ല, ഏത് മനുഷ്യനും എപ്പോൾ വിളിച്ചാലും കിട്ടുമല്ലേ, എന്തെങ്കിലും തിരിച്ചു വിളിക്കും. ബഹുമാനായ കമറുദ്ദീൻ ഉസ്താദ്, ഞാൻ കാണുന്ന കാലം മുതൽ കമറുദ്ദീൻ ഉസ്താദ് ദക്ഷിണയ്ക്ക് വേണ്ടി ഓടുകയാണ്. ഈ കഴിഞ്ഞ ദിവസവും ജമീയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയുന്നതിന് വേണ്ടി വിളിക്കുമ്പോഴാണ് കുറേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോൻ എടുത്തിട്ട് പറയുന്നത് ഉസ്താദ് ഹോസ്പിറ്റൽ ICUലാണ്. അപ്പം ഞാൻ കരുതുന്ന ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉസ്താദ് കാണാൻ നിൽക്കുന്നു എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അവരവരുടെ ജീവിതം മുഴുവൻ ജമീയത്തിന് വേണ്ടി ഓടിയവരാണ്. കടയ്ക്കൽ ഉസ്താദ് ജമിയ മന്നാനിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യമായ കുടുംബ സ്വത്ത് നന്നായിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ മന്നാനിയയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ കൈകളിട്ടിട്ടുള്ളത്. നമുക്ക് വേണ്ടിയാണ്, നമുക്ക് ഭക്ഷണം നൽകാൻ, നമുക്ക് വിദ്യാഭ്യാസം നൽകാൻ, നമ്മെ നാമാക്കി മാറ്റാൻ അവർ അധ്വാനിച്ച അധ്വാനമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഒരിക്കലെങ്കിലും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മറ്റുള്ളവരോട് ഏതെങ്കിലും തരത്തിലൊരു അഭ്യർത്ഥനയെങ്കിലും നമ്മൾ നടത്തിക്കൊണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കണം. അപ്പോഴും ഈ വന്യവയോധികനായി പ്രായത്തിന്റെ അവസ്ഥകൾ വീഴുമ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഇന്നും മന്നാനിയ തന്നെയാണ്. ഏതെങ്കിലും വേദിയിൽ ജമിയത്തിന്റെ അല്ലെങ്കിൽ ഏത് പൊതുവേദികളിൽ കടയ്ക്കൽ ഉസ്താദ് പ്രസംഗിച്ചാലും ജമിയത്തുൽ ഉലമയെയും മന്നാനിയെയും പറയാതെ പോകുന്നത്, അദ്ദേഹം പറയാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് അവര് നമ്മുടെ നേതൃത്വം. റഈസുൽ ഉലമയിൽ തുടങ്ങി PK യൂനിസ് ഉസ്താദിൽ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് ജമിയത്തിന്റെ നേതൃത്വങ്ങളിൽ കടന്നു വന്ന ഓരോ മാർഗങ്ങളും ഉണ്ടല്ലോ, അവരൊന്നും മറന്നു പോകാൻ പാടില്ല. അത് മർഹൂം വടുതല മൂസ ഉസ്താദ് അവറുകളാകട്ടെ, അതേപോലെ തന്നെ ചേരക്കുളം അബ്ദുൽ ബഷീർ ഉസ്താദ് അവറുകളാകട്ടെ, മരണപ്പെട്ടു പോയ മൺമറഞ്ഞു പോയ ഏതെല്ലാം ഉസ്താദുമാരുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പേര് കൊണ്ട് പേര് പറയാത്തതാണ്, വിട്ടുപോയി കഴിഞ്ഞാൽ കുടുംബ പാതകമായി പോകും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയും പണ്ഡിത നേതൃത്വത്തിന്റെ കൃത്യമായ നേതൃത്വമാണ്. എന്തുകൊണ്ട് ഞാൻ ദക്ഷിണക്കാരനാകണമെന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, ദക്ഷിണയ്ക്ക് ഒരു പണ്ഡിത നേതൃത്വമുണ്ട്, പക്വതയുള്ള ഒരു നേതൃത്വമുണ്ട്, ഇഖ്ലാസിൽ അധിഷ്ഠിതമായ ഒരു നേതൃത്വമുണ്ട്, നിഷ്കളങ്കരായ ഒരു നേതൃത്വമുണ്ട്. സ്ഥാനമാനങ്ങളുടെയോ അധികാര ശ്രേണികളുടെയോ പിന്നാലെ പോയാതെ സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ഉപ്പത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു നേതൃത്വം ദക്ഷിണകന്നഡ ജമിയത്തുൽ ഉലമയ്ക്കുണ്ട്. എന്നതുകൊണ്ട് തന്നെ ഒന്നാമതായി ഞാൻ ദക്ഷിണകന്നഡ ജമിയത്തുൽ ഉലമയുടെ അനുയായിയാവണം. രണ്ടാമതായി പറഞ്ഞു വെക്കാനുള്ളത്, മാനവിക ഐക്യത്തിന് പ്രാധാന്യം നൽകുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സമാനമായ മറ്റൊരു പ്രസ്ഥാനത്തെ നമുക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിന് വായിച്ചെടുക്കാൻ കഴിയില്ല. മാനവിക ഐക്യത്തിന് മനുഷ്യൻ എന്ന നിലയിൽ എത്രത്തോളം കൂടിച്ചേരലുകൾക്ക് സാധ്യമാണോ ആ കൂടിച്ചേരലുകൾക്കൊക്കെയും മാനവിക ഐക്യത്തിന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രമേയങ്ങൾ ദക്ഷിണ ചർച്ച ചെയ്ത ഏത് പ്രമേയങ്ങളും എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിക്കോ. ദക്ഷിണ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ ദക്ഷിണ സമ്മാനിച്ചത് മാനവിക ഐക്യത്തിന്റെ പാഠങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയും മാനവിക ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദക്ഷിണയുടെ അനുയായിയായി രണ്ടാമത്തെ കാരണം ഞാൻ ദക്ഷിണക്കാരനായി നിലകൊള്ളുന്നതിന്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത് മഹല്ലുകളെ ശാക്തീകരിച്ചു എന്നുള്ളതാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംഘടനവൽക്കരിക്കുകയല്ല ചെയ്തത്, മഹല്ലുകളെ മഹല്ലുകളായി ശാക്തീകരിച്ചു എന്നതാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുമ്പോൾ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ സേവനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു മഹല്ലിനെയും സംഘടനവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അഭിമാനബോധ്യത്തോടെ നമുക്ക് പറയാൻ കഴിയും.
ഒരു മദ്രസയെയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പിടിച്ചെടുത്തിട്ടില്ലെന്ന് നമുക്ക് അഭിമാനബോധ്യത്തോടെ നമുക്ക് പറയാൻ കഴിയും. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന് മുന്നിൽ മഹല്ലുകളെ ശാക്തീകരിച്ചു എന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെയും തെക്കൻ കേരളത്തെയും അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സാന്ദർഭികമായി ഞാനൊന്ന് പറഞ്ഞു വെക്കട്ടെ, തെക്കൻ കേരളത്തിലുള്ള ഇസ്ലാമിക മുന്നേറ്റം വടക്കൻ കേരളത്തിലില്ല എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആനുപാതികമായി മുസ്ലിം ജനസംഖ്യ കൂടുതലുണ്ട്, സമ്പന്നര് കൂടുതലുണ്ട്, ഇസ്ലാമിക സംഘടനകൾ വടക്കൻ കേരളത്തിൽ കൂടുതലുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലുള്ള ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ ഒരു 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 ആനുപാതികമായി തട്ടിച്ചു നോക്കുമ്പോൾ തെക്കൻ കേരളം അൽഹംദുലില്ലാഹ് വളരെ ഉയർന്ന നിലവാരത്തിലാണ്. തെക്കൻ കേരളത്തിലെ പള്ളികളിൽ സുബഹി നിസ്കരിക്കാനുള്ള ആളുകളും വടക്കൻ കേരളത്തിലെ പള്ളികളിൽ സുബഹി നിസ്കരിക്കാനുള്ള ആളുകളെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു. 100% പറയുന്നത് കൊണ്ട് ഓർക്കരുത്. 100% മുസ്ലിം ജനസംഖ്യയുള്ള കണ്ണൂർ സിറ്റിയിൽ 4 വർഷക്കാലം സേവനം ചെയ്ത ഹത്തീബായി സേവനം ചെയ്തയാളാണ് ഞാൻ. കടൽ തീരത്താണ് പള്ളി. ഈ അഹമ്മദ് സാഹിബിനെയൊക്കെ കബറടക്കപ്പെട്ട കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലാണ്. പള്ളിയോട് ചേർന്ന് 100 മീറ്ററിനുള്ളിൽ 5 തൈക്കാവുകളാണ്, നിസ്കാര പള്ളികളാണ്. ഒരു പുതിയ ഇസ്ലാം പള്ളി, കാരണം ഇസ്ലാമിലേക്ക് ആരെയും വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചായിരുന്നു അവർക്ക് കരിമ ചൊല്ലി കൊടുക്കുക. അങ്ങനെ ഒരു പുതിയ ഇസ്ലാം പള്ളി, മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടി മാത്രം ഒരു പള്ളി, അങ്ങനെ 6ഓളം നിസ്കാര പള്ളികൾ ഒരു പള്ളിക്ക് ചുറ്റും ഇങ്ങനെ വലയം ചെയ്തതുപോലെയുണ്ട്. അതായത് ഒരു വീട്ടിൽ നിന്നും കാലെടുത്ത് വെച്ചാൽ പള്ളിയുടെ ഉള്ളിലേക്കാണ് കാലെടുത്ത് വെക്കാൻ പറ്റുക. സുബഹിയുടെ ജമാഅത്തിന് 2-3 ആളുകളാണ്. ഞാൻ നിന്നത് കടൽ തീരത്താണ്, ഹാർബറാണ്. അവിടുത്തെ ബാങ്ക് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞ് ജമാഅത്താണ്. എന്ത് ചെയ്യും? ഒരു 10-40 പേരുണ്ടാകും. അവരാരും ആ നാട്ടുകാരല്ല, കടലിൽ പോകാൻ വേണ്ടി തിരൂരിൽ നിന്നൊക്കെ വന്നിട്ട് താമസിക്കുന്ന, നിസ്കരിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, കടലിൽ പോകുള്ളൂ. ഒരു നിസ്കരിക്കാതെ കടലിൽ ഇറങ്ങാത്ത ആളുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ നാടുകളുടെ പള്ളികളുടെ അവസ്ഥയോ നമ്മൾ ആലോചിച്ചോക്കേണ്ടതുണ്ട്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജുമഅയുടെ ഖുത്ബയ്ക്ക് ഉൾപ്പെടെ നൽകുന്ന, അല്ലെങ്കിൽ ജുമഅയ്ക്ക് മുമ്പുള്ള പ്രഭാഷണങ്ങൾക്ക് ഉൾപ്പെടെ നൽകുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം കൊണ്ട് തന്നെ പറയട്ടെ, തെക്കൻ കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിന് ഊർജം പകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജുമഅയ്ക്ക് മുമ്പുള്ള ഖുത്ബയും പ്രസംഗവും ഒക്കെയും. അതൊന്നുമില്ലാത്തതിന്റെ പരിണിത ഫലങ്ങൾ പലയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും മഹല്ല് ജമാഅത്തുകളെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ശാക്തീകരിച്ചു എന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായിയായി തീരാൻ 3ാമത്തെ കാരണമായി പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 4ാമത്തേത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ദക്ഷിണയുടെ സിലബസിനോടൊക്കെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? മനുഷ്യനുണ്ടാക്കുന്നതല്ലേ, കുറവുകളൊക്കെ ഉണ്ടാകാം, നമുക്ക് പരിഹരിക്കാമല്ലോ. ഇത്രയും നാൾ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? നമുക്ക് അപ്ഡേഷൻ ഇല്ല എന്നുള്ളതായിരുന്നു. ദക്ഷിണ ജംഇയ്യത്തുൽ ഉലമ എന്ത് ചെയ്തില്ല? അപ്ഡേഷൻ ഇല്ല എന്നായിരുന്നു. വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ബദറിന് അനുവാദം കിട്ടുന്നതിന് മുമ്പ് സഹാബത്ത് നബിയോട്, നബിയെ നമ്മൾ ഇത്രയൊക്കെ പീഡിക്കപ്പെട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യേണ്ടവരോട് പ്രതികരിക്കേണ്ടതായിരുന്നു. ബദറിന് അനുവാദം കിട്ടിയ നബി ഇപ്പൊ വേണമെന്നായിരുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയ വിദ്യാഭ്യാസ ബോർഡുകളുണ്ട് കേരളത്തിൽ. അവർക്ക് ഇപ്പോഴും 6ാം ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്. നമ്മള് +2 വരെ നമ്മുടെ മദ്രസകളെ എന്ത് ചെയ്തു? ഓൺലൈനിലാക്കിയിരിക്കുകയാണ്. ഓൺലൈനാക്കി പഠനമൊക്കെ ഓൺലൈനാക്കിയെന്നല്ല, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ എത്ര സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ ആലോചിക്കണം. 2 ഉപയോഗിച്ച, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 3 വിദ്യാഭ്യാസ ബോർഡുകളുടെ കൈകാര്യങ്ങൾ ചെയ്ത് പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൃത്യമായി നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ആ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ 10ാം ക്ലാസ് +2 വരെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു അത്യാവശ്യം വിഷയങ്ങൾ ഇൽമ കരസ്ഥമാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് പറഞ്ഞുവിടാൻ പറ്റും. എൻ്റെ ജ്യേഷ്ഠൻ തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ്, MG യൂണിവേഴ്സിറ്റിയുടെ വാല്യുവേഷൻ ചീഫാണ്. ഇസ്ലാമിക കാര്യങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ തർക്കിക്കാറുണ്ട്. എന്നോട് എപ്പോഴും പറയുന്ന ഒരു വർത്താനമുണ്ട്, നീയൊക്കെയാണ് മദ്രസ സംവിധാനത്തെ നശിപ്പിക്കുന്നത്. ഒരു കുട്ടി കാരണം പറഞ്ഞുതരും. 5 വയസ്സുള്ള ഒരു കുട്ടിയെ മദ്രസയിൽ കൊണ്ട് ചേർക്കുന്നതും UKG-യിലാണ്, സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതും UKG-യിലാണ്. UKG-യിൽ പഠിക്കുന്ന കുട്ടി 1ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് അക്ഷരം പഠിക്കും, അത്യാവശ്യം സംസാരിക്കും, അവൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. കേട്ടാൽ അവന് മനസ്സിലാകും. 2-ഓ 3-ലൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൻ തിരിച്ചു പറയാൻ തുടങ്ങും. എന്നിട്ടൊക്കെ ചോദിക്കും, നീ പഠിക്കുന്ന എത്ര പിള്ളേര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പേര് എങ്ങനെയാണെന്ന് അറബിയിൽ എങ്ങനെയെന്ന് പറയും? നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രശ്നമാണോ? അല്ലല്ലോ. ഖുർആന്റെ 42 സൂറത്തുകളെ അർത്ഥസഹിതം ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മള്.
നമ്മൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യ ചരിത്രം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ടോ ഇന്ത്യ ചരിത്രം കൈകാര്യം ചെയ്യുന്ന? അതിലെ ഭാഷയൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളത് പഠിപ്പിക്കേണ്ടത് പോലെ പഠിപ്പിച്ചാൽ ആ ചരിത്രത്തിന്റെ മുന്നും പിന്നും ഒക്കെയും ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നിലയിൽ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് വന്നാൽ, ക്ലാസ്സിൽ നമ്മളൊന്ന് മക്സദിന്റെ ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത്ര വ്യവസ്ഥാപിതമായിട്ട് ട്രെയിനിങ് കിട്ടുന്ന വിദ്യാഭ്യാസ ബോർഡുകൾ വേറെ ഏതുണ്ട്? ട്രെയിനിങ് ഉണ്ട്, എല്ലാ വിദ്യാഭ്യാസ ബോർഡിനും ട്രെയിനിങ് ഉണ്ട്. നമുക്ക് ട്രെയിനിങ് ഇല്ല എന്നായിരുന്നു പരാതി. ട്രെയിനിങ് ആയപ്പോഴോ ഇത് ഭയങ്കര കടുപ്പോ. 25 മണിക്കൂർ എങ്ങനെയാവും ഇരിക്കാം? 5 ദിവസം നമുക്ക് വണ്ടിയിൽ പോകണ്ടേ? നമ്മളാണ് ആലോചിക്കേണ്ടത്. സംവിധാനങ്ങൾ ഒരുക്കി തരുമ്പോൾ ദക്ഷിണ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൃത്യമായ പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനമാണ്. നമുക്കറിയാം, ഈ അടുത്താണ് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത്. പലരും അതിൽ പല അഭിപ്രായങ്ങളും പങ്കുവെച്ചു. നമുക്ക് അഭിപ്രായം എന്താണ്? നമ്മൾ ഒന്നും പറയാനില്ല. ഈ സംവിധാനം കൊണ്ട്, അതായത് ഇപ്പോൾ നടക്കുന്ന സംവിധാനം കൊണ്ട്, അതായത് അരമണിക്കൂർ മുമ്പ് ബെല്ലടിക്കും എന്നുള്ള ആ സംവിധാനം, അങ്ങനെ ആ സംവിധാനം കൊണ്ട് നമ്മുടെ മദ്രസകൾക്ക് ഒരു കോട്ടവും വരാനില്ല. വെറുതെ കയറി തല വെച്ച് കൊടുത്തിട്ട് ആളുകളെ കൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയും. അതല്ലായിരുന്നോ ശരി? നിലപാടതല്ലായിരുന്നോ ശരി? നമ്മൾ ആലോചിച്ച് നോക്കണം. പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. നമുക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നോ? ഇന്നും പല മദ്രസകളും ഇങ്ങനെയൊക്കെ തന്നെ, പല സ്കൂളുകളും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഇസ്ലാമിനെ വലിച്ചീറാൻ അല്ലെങ്കിൽ ശത്രുക്കളുടെ മുന്നിലേക്ക് നമ്മൾ തന്നെ ഇരയിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല. പല വിഷയങ്ങളിലും ഡാൻസുമായി പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രശ്നമായിട്ടല്ല അവതരിപ്പിക്കേണ്ടത്, അത് സംസ്കാരത്തിന്റെ പ്രശ്നമായിട്ടാണ് അവതരിപ്പിക്കേണ്ടതാണ്. ശരിയല്ലേ? പാശ്ചാത്യ സംസ്കാരത്തെ ഇവിടേക്ക് കെട്ടി എന്ത് സംഭവിച്ചു? വിവാദങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിനെ കൂടെ ചീത്ത വിളിച്ചു. സൂംബ ഡാൻസ് 2ാമത്തെ ആഴ്ച നിന്നുപോയില്ലേ? അതിന്റെ പേരിൽ കേട്ട പഴി എത്രത്തോളമാണ്? അവിടെയാണ് നിലപാടുകളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ദക്ഷിണ കേരള ജമിയത്തുൽ സ്വീകരിച്ച ഒരു നിലപാടുകളെയും ഇക്കാലത്രയും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്നത് ദക്ഷിണ കേരള ജമിയത്തുൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ നേതൃത്വം അവർ കൈക്കൊള്ളുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന വിഷയാധിഷ്ഠിതമായ നിലപാടുകൾ അത്രമാത്രം കാര്യമാത്രം പ്രസക്തമാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നൽകുന്നു എന്നത് ഞാനൊരു ദക്ഷിണക്കാരനായി തീരാൻ 4ാമത്തെ കാരണമാണ്. 5ാമത്തേത് സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്നും മുൻപന്തിയിലാണ്. സമൂഹത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങളിലും ദക്ഷിണ അതിന്റെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കും, അതിന്റെ നയം പറഞ്ഞിരിക്കും, അതിന് പ്രതിരോധത്തിന് ആവശ്യമായ സംഗതികൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ രൂപപ്പെടുത്തിയിരിക്കും. 6ാമത്തേത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്യാം, നിയമസഭയുടെ മുന്നിൽ സമരം ചെയ്യാം, രാജ്ഭവന് മുന്നിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് സമരം ചെയ്യാം. കാരണം ദക്ഷിണയ്ക്ക് ആരോടും വിധേയത്വമൊന്നുമില്ല, ആരോടും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടുകളൊന്നുമില്ല. സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിന്റെ രൂപീകൃത കാലഘട്ടം മുതൽ ഈ പറയുന്ന 2025 അവസാനത്തിലെത്തി നിൽക്കുമ്പോ 70ാം വാർഷികത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അവസരത്തിലേക്ക് കടന്നു പോകുമ്പോഴും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ച നിലപാടുകള് സാമൂഹികമായ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകളായിരുന്നു. ഇസ്ലാമിക ശരീഅത്ത് വെല്ലുവിളി നേരിട്ടപ്പോ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ച നിലപാടും അതിന്റെ സമരമുഖത്തിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ഓട്ടെ, പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 2019 ഡിസംബർ മാസം 11-ാം തീയതിയാണ് രാജ്യസഭ പൗരത്വ ബിൽ പാസ്സാക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതിന് തൊട്ട് തലേ ദിവസം 2019 ഡിസംബർ മാസം 10-ാം തീയതി മനുഷ്യാവകാശ ദിനത്തിൽ ജനലക്ഷങ്ങളെ കൊല്ലം പട്ടണത്തിൽ അണിനിരത്തിയിട്ട് പൗരത്വ ബില്ലിനെതിരെയുള്ള ആദ്യത്തെ പ്രതിഷേധ സമരം നടത്താൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുതിയ SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ച നിലപാടുകളും ദക്ഷിണയുടെ ആശയങ്ങളും ദക്ഷിണയുടെ ആദർശങ്ങളും പകരം വെക്കാനില്ലാത്തതാണ് എന്ന് നമുക്ക് കൃത്യമായി, ഇത് അവകാശവാദങ്ങൾക്ക് വേണ്ടി പറയുന്ന വർത്താനൊന്നുമല്ല കേട്ടോ. ദക്ഷിണയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദക്ഷിണയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ
നീതിക്ക് വേണ്ടി പോരാടുന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായിയാവുക എന്നത് എന്റെ ബാധ്യതയാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ യുവജന വിദ്യാർത്ഥി ശാക്തീകരണത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ചിലപ്പോൾ വീഴ്ചകൾ സംഭവിച്ചിരിക്കാം. പക്ഷേ ഇത്രമാത്രം തെക്കൻ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളിലേക്ക് ഇത്രമാത്രം ശക്തമായി കടന്നു കയറാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങൾ, മീഡിയ സെമിനാറുമായി ബന്ധപ്പെട്ട് ഭരണജ്ഞാനത്തെ ക്യാമ്പിൽ പറഞ്ഞ വർത്തമാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മൗലാന അബുൽ ഹസൻ അലി നദ്വി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് വേദി തരണമെന്ന് CH മുഹമ്മദ് കോയ സാഹിബ്, കേരളത്തിന്റെ അഭിമാനമായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് ആവശ്യപ്പെട്ടതും അതേപോലെ തന്നെ അദ്ദേഹം ആ വേദിയിൽ നടത്തിയ സംസാരവും ഉൾപ്പെടെയുള്ള സംഗതികൾ ബഹുമാനായ തുടിയുസത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. ഇന്നും മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എഴുതിയ കത്ത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ശേഖരത്തിൽ ഭദ്രമായി ഉണ്ട് എന്നുള്ളതാണ്. ഈ സമ്മേളനത്തിന് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷണിച്ച കത്തിന് മറുപടിയായി അദ്ദേഹം നൽകിയ മറുപടി, അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ നൽകിയ മറുപടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത് വേറെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അവരുടെ ഭരണഘടനയില് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വിശ്വാസപരമായി രണ്ടാലൊരു മദ്ഹബിലും കർമ്മശാസ്ത്രപരമായി നാലാലൊരു മദ്ഹബിലും അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസത്തിലും അതേപോലെ തന്നെ കർമാനുഷ്ഠാനങ്ങളിലും നിലപാടുകളുള്ള മദ്ഹബുകളെ അംഗീകരിക്കുന്നവരായിക്കൊണ്ട് റഹ്മാൻ എന്ന ഉന്നതമായ ഒരു ലക്ഷ്യം എഴുതി ചേർത്ത മറ്റൊരു പ്രസ്ഥാനത്തെയും നമുക്ക് വായിച്ചെടുക്കാൻ ഉണ്ടോ എന്ന് സംശയമാണ്. റഹ്മാൻ ദക്ഷിണയുടെ ഔദ്യോഗിക നിലപാടാണ്. അതെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംഘടനകളുടെ കൂട്ടത്തിലെ കേവലം ഒരു സംഘടനയല്ല എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ സംഘടിക്കാൻ വേണ്ടി മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഭൗതികമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രം സമരസംഘമായി രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. നേരെ മറിച്ച് ദക്ഷിണയുടെ സംഘടനാ പ്രവർത്തനം, അതിന്റെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ദക്ഷിണയുടെ സംഘടനാ പ്രവർത്തനം ഇബാദത്തായിട്ട് കാണണമെന്ന നിലയിലാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അതൊരു ഇബാദത്താണെന്നാണ് പറഞ്ഞത്. കേവലം സംഘടനയ്ക്ക് വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദക്ഷിണയുടെ പ്രവർത്തനം. നേരെ മറിച്ച് ഒരു ഇബാദത്താണ് എന്ന് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്ന് മാത്രമല്ല, ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബിന്റെ അടുക്കൽ നിന്നും നാം ഏറ്റെടുത്ത അമാനത്താണ് ഈ പ്രവർത്തനം എന്ന ബോധ്യം ഓരോ പ്രവർത്തകനും ഉണ്ടാകണമെന്ന് അതിന്റെ ഭരണഘടന നമ്മളോട് പരിചയപ്പെടുത്തി തരികയാണ്. എന്ന് മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ദക്ഷിണ സംഘടനയെ പരിചയപ്പെടുത്തുന്നത്. അതിന്റെ പ്രവർത്തനത്തിനുള്ള ഒരു മാധ്യമമായി നമ്മളോട് പരിചയപ്പെടുത്തുന്നു. സംഘടനയല്ല, നേരെ മറിച്ച് പ്രവർത്തനങ്ങൾ, സമുദായത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനത്തിന്റെ ഗോൾമുഖത്ത് അണിനിരക്കൽ അതായിരിക്കണം ഓരോ ദക്ഷിണയുടെയും പ്രവർത്തകൻ അവന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ഭരണഘടന നമ്മളോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ റബ്ബിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കളൊക്കെയും അവർ കാണിച്ചു തന്നത് അവരുടെ ജീവിതം മുഴുവൻ റബ്ബിന് സമർപ്പിച്ചവരായിരുന്നു എന്നതാണ്. അവർക്ക് ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ സ്ഥാനമാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ അവർ പ്രവർത്തിച്ചത് റബ്ബിന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ പ്രവർത്തനം ഇഖ്ലാസിൽ അധിഷ്ഠിതമായിരുന്നു. സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സൃഷ്ടികളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് സേവനം ചെയ്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചേരണമെന്ന ഉന്നതമായ ഒരാശയമാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിന്റെ പ്രവർത്തകരോട് നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശ്വാസിലേക്കുള്ള യാത്രയിൽ സംഘടനയ്ക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത് ഉറച്ച ആദർശമാണ്. നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ മാനദണ്ഡം ഉറച്ച ആദർശം. നമ്മുടെ ആദർശം ഇസ്ലാമാണ്. നമ്മുടെ ആദർശം ഇസ്ലാമാണ്. ഇസ്ലാമിന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് യാതൊരു വിധമായ കോട്ടവും സംഭവിക്കാൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ നാളിതുവരെ അനുവദിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സൂഫി ബോർഡുകളും അതേപോലെ തന്നെ ഒരുപാട് തരീഖത്തുകളും ഒക്കെയും പിറവികൊള്ളുമ്പോഴും അഭിമാനത്തോടുകൂടി ഇത്തരം ഒരു പ്രസ്ഥാനങ്ങൾക്കും തെക്കൻ കേരളത്തിന്റെ മണ്ണിൽ വളക്കൂറില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അഭിമാനത്തോടെ നമുക്ക് പറയാം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ നേതൃത്വവും സ്വീകരിച്ച നിലപാടുകൾ
അതെത്രമാത്രം പ്രസക്തമാണ് എന്ന് അഭിനവ കാലഘട്ടം നമുക്ക് പഠിപ്പിക്കുകയാണ്. സർവമത സത്യവാദങ്ങളൊക്കെ ഇങ്ങനെ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇസ്ലാം എന്ന് പറയുന്നത് ഈ കാണുന്നതൊന്നുമല്ലെന്ന് പറഞ്ഞിട്ട് പലരും സൂഫി ബോർഡുകളിലൂടെ പലതരത്തിൽ പലരും രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശത്തിന്റെ വിഷയത്തിൽ, അഹ്ലുസുന്നത്തിന്റെ വിഷയത്തിൽ യാതൊരു വിധമായ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതെ, ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒന്നും വെട്ടിമാറ്റാനോ തയ്യാറാകാതെ പ്രവാചകരും സഹാബത്തും കാണിച്ചു തന്ന മാതൃകയിൽ മുന്നോട്ട് പോകുമെന്ന ഉറച്ച ആദർശം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന ആദർശമാണ്. അപ്പോ വിശ്വാസിലേക്ക് എത്തിച്ചേരാനുള്ള ഒന്നാമത്തെ മാർഗം അത് ഉറച്ച ആദർശമാണ് എങ്കിൽ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വിഷയം ഉമ്മത്തിനെ സേവനം ചെയ്യുക, ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതാണ് 70ാം വാർഷികത്തിന്റെ സമ്മേളന പ്രമേയമായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത്. ദക്ഷിണയ്ക്ക് മാത്രമേ കഴിയൂ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിച്ച മുഴുവൻ ആളുകളെയും ഒരൊറ്റ മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തെടുക്കാൻ, അവരുടെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങളോട് കൂട്ടിച്ചേരാൻ ദക്ഷിണ തയ്യാറല്ല. അതിനെ പ്രാമാണികമായി തന്നെ എതിർക്കും. ദക്ഷിണയ്ക്ക് ഏതെങ്കിലും സംവാദങ്ങളിൽ കൈയടി കേടാനോ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്താനോ ദക്ഷിണയില്ല. പിന്നെയോ ദക്ഷിണയെ നമുക്ക് എവിടെ നോക്കി കാണാൻ കഴിയും? ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എപ്പോഴും സജീവമായിരുന്നു. ഉമ്മത്തിന്റെ സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എപ്പോഴും സജീവമായിരുന്നു. ദക്ഷിണയുടെ നേതൃത്വം അവരവരുടെ ജീവിതത്തെ തന്നെയും ഒഴിഞ്ഞു വെച്ചത് ദക്ഷിണയുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് എന്താണ് അള്ളാഹുവിന്റെ വിശ്വാസിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ ഉന്നതമായ ഒരു മാർഗമായിട്ടായിരിക്കണം ഞാൻ നിങ്ങളും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ നോക്കിക്കാണേണ്ടത്. അതിന് നമുക്ക് കിട്ടിയ നേതൃത്വം ബഹുമാന്യരായ ആദരണീയരായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത മഹത്തുക്കൾ. നേരത്തെ പറഞ്ഞതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. പി കെ യൂനുസ് ഉസ്താദിൽ ആരംഭിച്ച് അതേപോലെ തന്നെ മർഹൂം റഈസുൽ ഉലമ എം ശിഹാബുദ്ദീൻ ഉസ്താദിലൂടെ മുന്നോട്ട് വന്ന് കോട്ടക്കര ഇബ്രാഹിം കുട്ടി ഉസ്താദ് ഉൾപ്പെടെ, കായംകുളം ഉമർ കുട്ടി ഉസ്താദ് ഉൾപ്പെടെ, മൗലാന അതേപോലെ തന്നെ പി മുസ്തഫ ആലിം സാഹിബ് ഉൾപ്പെടെ, അതേപോലെ വടുതല മൂസ ഉസ്താദ് ഉൾപ്പെടെ, അതേപോലെ തന്നെ ചെലക്കളം അബുൽ ബിഷാ ഉസ്താദ് ഉൾപ്പെടെ, അതേപോലെ തന്നെ പ്രാദേശികമായി ജംഇയ്യത്തിന് തങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിത മഹത്തുക്കൾ ഉൾപ്പെടെ, അവർക്കൊന്നും ഭൗതികമായി ഒരു നേട്ടവും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. അവരൊക്കെയും പരിശ്രമിച്ചത് ഉമ്മത്തിന് വേണ്ടിയായിരുന്നു, ഉമ്മത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയായിരുന്നു. ഉമ്മത്തിന്റെ ശാക്തീകരണത്തിലൂടെ മാത്രമേ പുതിയ കാലഘട്ടം നമ്മളോട് ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഫാസിസം അതെന്താണോ അതിന്റെ പൂർവ്വകാലങ്ങളിൽ ചെയ്തു വെച്ചത് അതിന്റെ തനിയാവർത്തനം ഇന്ത്യയിലും സാധ്യമാകുന്ന ഒരു രംഗത്താണ്. ഒന്നുകൂടി പറഞ്ഞു വെച്ചാല് ബനൂ ഇസ്രായേലുകളോട് ഫിർഔനും ലോകത്തെ ഏറ്റവും വലിയ ഫാസിസത്തിന്റെ ഉടമയായിരുന്ന ഫിർഔനും കിബിത്തികളും ബനൂ ഇസ്രായേലുകാരോട് എന്താണോ കാണിച്ചു വെച്ചത്, എന്താണോ മുസോളിനിയും ഹിറ്റ്ലറും അവരുടെ ജനവിഭാഗങ്ങളോട് ഫാസിസത്തിലൂടെയും നാസിസത്തിലൂടെയും കാണിച്ചു വെച്ചത്, അത് തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. ആദ്യം അപരവൽക്കരിച്ചു. കിബിത്തികൾ എന്ത് ചെയ്തു? ബനൂ ഇസ്രായേലികളെ അപരവൽക്കരിച്ചു, നമ്മളിൽ പെട്ടവരല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. പിന്നെ ഇവരെപ്പോഴും പ്രശ്നക്കാരാണെന്ന് മുദ്ര ചാർത്തി തന്നു. കേരളീയ സാഹചര്യങ്ങളിലെ പോലും ചർച്ചകൾ നമ്മളൊന്ന് കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. അവസാനം രണ്ടാംകിട പൗരന്മാരായി എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന തരത്തിൽ അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ചരിത്രം പറഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ ഫാസിസത്തിന്റെ നാൾവഴികൾ എണ്ണി പറഞ്ഞാൽ കൃത്യമായി പരിചയപ്പെടുത്തപ്പെടേണ്ട അല്ലെങ്കിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ നിങ്ങളും ഉമ്മത്തിനെ പുതിയ കാലത്ത് ഞാൻ നിങ്ങളും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 70ാം വാർഷികത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറക്കിയ നോട്ടീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഫാഷിസത്തിനെതിരെ കൃത്യമായി ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. സമുദായത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുണ്ട്. മിമ്പറുകളും മിഹ്റാബുകളും ഉണരാത്തിടത്തോളം കാലം ഉമ്മത്തിനെ സജീവമാക്കാൻ പുനരുദ്ധരിപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്ന ബോധ്യമുണ്ടാവണം. വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്. സംഘടനാപരമായ ഉത്തരവാദിത്വവും സാമൂഹികവും സാമുദായികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് ഞാൻ നിങ്ങളെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തോട് പൂർണ്ണമായ അർത്ഥത്തിൽ നീതി പുലർത്താൻ നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയും
ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ തെക്കൻ കേരളത്തിന്റെ ആധികാരിക പണ്ഡിത പ്രസ്ഥാനമാണ്. രൂപീകൃതമായ കാലത്ത് എന്താണോ അതിന്റെ നിലപാട്, 70 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോഴും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് അത് തന്നെയാണ്. അവിടെ നിന്നിട്ട് വേണം ദക്ഷിണയെ നമ്മൾ പരിചയപ്പെടാൻ, ദക്ഷിണയെ നമ്മൾ ഉൾക്കൊള്ളാൻ. നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നോക്കണം, ദക്ഷിണയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരാളെയെങ്കിലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഫെഡറേഷനിലോ അല്ലെങ്കിൽ DSF-ലോ KMYF-ലോ ഒരു മെമ്പർഷിപ്പ് എങ്കിലും കൊടുക്കാൻ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞോ? അതിനുമപ്പുറം മന്നാലി സുഹൃത്തുക്കളോട് പറഞ്ഞു വെക്കുവാനുള്ളത്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ. ദക്ഷിണയാണ് വെള്ളവും വളവും നൽകിയത്. ആ ദക്ഷിണയുടെ സ്ഥാപനത്തിൽ നിന്നും നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ആ ദക്ഷിണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ സാമൂഹിക ബാധ്യതയാണ്. നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക പ്രസ്ഥാനങ്ങളിൽ മുൻനിര പ്രസ്ഥാനമായി തന്നെ മന്നാലീസ് അസോസിയേഷൻ ഉണ്ടാവണം. മാറി നിൽക്കേണ്ടവരല്ല നിങ്ങൾ, ഞാൻ മാറി നിൽക്കുന്നു എന്നല്ല പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരുമിച്ച് കൂടലുകളും ജമിയത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും വളരെയേറെ ശ്ലാഘനീയമാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദക്ഷിണ വെള്ളവും വളവും നൽകിയ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ സന്തതികൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ പ്രബോധന അതേപോലെ തന്നെ പ്രഭാഷണ വേദികളിൽ പള്ളിയുടെ മിമ്പറും മിഹ്റാബുകളും ഒക്കെയും കൈകാര്യം ചെയ്യുമ്പോൾ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായിയാണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാവണം. നമുക്കതല്ലാതെ എന്ത് അഡ്രസ്സാണ് നമുക്ക് പറയാൻ പറ്റാം? ദക്ഷിണയെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് പറയാൻ കഴിയുന്ന ഏക അഡ്രസ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. ആ ദക്ഷിണ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒന്നുമാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരായ ഉസ്താദുമാരെ, ദിവസങ്ങളായി ഒരു യാത്രകളിലാണ്. ഇന്നലെ ഈ പരിപാടി, ഇന്നും ഇനി ഇതിനുശേഷവും അവർക്ക് അടുത്ത പരിപാടി, നാളുകളിലൊക്കെയും ഓരോ പരിപാടികളുടെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെയുള്ള ഓട്ടത്തിലാണ്. നമ്മൾ ദിവസങ്ങളൊക്കെ ഇങ്ങനെ തമാശക്കെങ്കിലും പറയാറുണ്ട്, ഒന്ന് ഇനിയെങ്കിലും ഡോക്ടർ പറയുന്നത് പോലെ ഒന്ന് ഗുളിക കഴിക്കണേ. എൻ്റെ ഉസ്താദ് സ്വയം അങ്ങനെ ചികിത്സിക്കലായിരുന്നു. പരിപൂർണ്ണ ആക്കിയിട്ട്, കാരണം ജമിയത്തിന് വേണ്ടിയും ദിനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ ബോർഡിനുമൊക്കെയും വേണ്ടി നമ്മളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ? അവരൊക്കെ ഓടിയതിന് തുല്യമായിട്ടും ആലോചിക്കുന്നത്. അവർ എഴുതിയിട്ട് പറയുന്നതല്ല, നമ്മളെ പൂർവികരായ മഹത്തുക്കളും അങ്ങനെ തന്നെയായിരുന്നു. അവരാണ് നമുക്ക് ഊടും പാവും നൽകിയത്. അവരാണ് നമുക്ക് ഈ അമാനത്ത് നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്. അടുത്ത തലമുറയുടെ കയ്യിലേക്ക് ഭദ്രമായി ഒരു കോട്ടവും തട്ടാതെ ഈ അമാനത്ത് നമുക്ക് കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചരിത്രം പറഞ്ഞു പോയപ്പോൾ ചരിത്രത്തിൽ വളരെ പറഞ്ഞതുപോലെ ദക്ഷിണയുടെ ചരിത്രം പറയാൻ ആധികാരികമായി പറയാൻ യോഗ്യതയുള്ള ആളൊന്നുമല്ല അബ്ദുൽ ഹദീഫ് മന്നാനി ഉസ്താദ് അവர்கள். ദക്ഷിണയുടെ മീഡിയ ടീമിലെ പുതുതായി ദക്ഷിണയ്ക്ക് ഒരു മീഡിയ ടീം വേണമെന്നൊരു ചിന്തയുണ്ടായപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്നും അബ്ദുൽ ഹദീഫ് മന്നാനി ഉസ്താദിന്റെ, എനിക്ക് നേരത്തെ ഒന്നും പരസ്പരം ഈ കലാമത്സരങ്ങളിലൊക്കെ കണ്ട് പരിചയമുണ്ടെന്ന് പറയുന്ന അപ്പുറത്ത് വേറൊന്നുമില്ല. നസീം ഉസ്താദിനെ ഞാൻ വിളിച്ചു. നസീം ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അത് 100% കൃത്യമാക്കുക എന്നൊരു വളരെ സന്തോഷം. എനിക്ക് പേരറിയുന്ന പരിചയമുള്ളതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി പോവുകയാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ത് കാര്യമാണോ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുന്നത് അതിൽ 100% കൃത്യതയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന. ഈ അടുത്ത് ഇങ്ങനെ മക്സദിന്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു മേഖല അവസാനം ആ ട്രെയിനറുടെ വായിൽ നിന്ന് മേഖലയുടെ പേര് വീണു. ഒരു മേഖല അവിടെ ട്രെയിനിങ് നടന്നപ്പോൾ 7 മണിക്ക് തുടങ്ങാമെന്ന് തീരുമാനിച്ചു, ഗേറ്റ് അടയ്ക്കണമെന്ന് തീരുമാനിച്ചു, 12 മണി വരെ ക്ലാസ് എടുക്കണമെന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെയൊക്കെ മേഖലയിൽ പരിപാടി നടക്കും 11:15 12 എഴുന്നേക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞാണ് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ അവസാനം പേരൂടെ പറഞ്ഞത് ഇനിയാളാണ്. അൽഹംദുലില്ലാഹ്, കേട്ടപ്പോൾ വലിയ സന്തോഷം. കാരണം നേതൃപരമായ രംഗങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്താറ് അത് നമുക്ക് ദക്ഷിണ നൽകിയൊരു കരുത്തല്ലേ, മന്നാനിയെ നമുക്ക് നൽകിയൊരു കരുത്തല്ലേ. ഇതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കഴിവുകളേക്ക് നമുക്ക് ജമിയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ജമിയത്തിന് നമുക്ക് ഏതൊരവസ്ഥയിലേക്ക്, മന്നാനിയെ നമുക്ക് ഏതൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. തെക്കൻ കേരളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന ഏക സ്ഥാപനമല്ലേ. അതിനെ നമുക്ക് എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ, അതിനെ വളർച്ചയുടെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ നിന്നും ഇറങ്ങുന്ന ഓരോ ആലിമും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കാൻ, അതിലൂടെ ഉമ്മത്തിന് സേവനം ചെയ്യാൻ, അതിലൂടെ
റഹ്മാനിലേക്ക് എത്തിച്ചേരാൻ നാഥൻ പരിപൂർണ്ണ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണർത്തിത്തരണമെന്ന വിനീതമായ അപേക്ഷയോടെ ബഹുമാന്യരായ ഉസ്താദുമാരോട്, എൻ്റെ ബഹുമാന്യരായ ഉസ്താദുമാർ, വടകര മൂസ ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ഉസ്താദുമാർ, എൻ്റെ പിതാവ് ഉൾപ്പെടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും നിങ്ങളുടെ ദുആകളിൽ എപ്പോഴും ഉണ്ടാവണം. ഈ വിനീതിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എപ്പോഴും ദുആ ഉണ്ടാകണമെന്ന വസിയ്യത്തോടെ വീഴ്ചകൾക്ക് ക്ഷമ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.